أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطرة وإن الذين أوتوا الكتاب ليعلمون أنه الحق من ربهم وما الله بغافل عما يعملون. പ്രവാചക, നിന്റെ മുഖം മാനത്തേക്ക് ആവർത്തിച്ചുയരുന്നത് നാം കാണുന്നുണ്ട്. ശരി, നാം നിന്നെ നീ ഇഷ്ടപ്പെടുന്ന കിബിലയുടെ ദിക്കിലേക്ക് തിരിക്കുകയാണ്. അതിനാൽ മസ്ജിദുൽ ഹറാമിന്റെ വശത്തേക്ക് മുഖം തിരിക്കുക. ഇനി നിങ്ങൾ എവിടെയായിരുന്നാലും ആ ഭാഗത്തേക്ക് മുഖം തിരിച്ച് നമസ്കരിക്കുക. സൂറത്തുൽ ബഖറയിൽ 144 ആയത്തിന്റെ അർത്ഥമാണ് വായിച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കരുണാവാരിധിയായ റബ്ബ് നമ്മുടെ കൂടിയിരുത്തം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ലഭിക്കുന്ന വിജ്ഞാനം ജീവിതത്തിൽ പകർത്തി പരലോക വിജയം കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ബക്കറയിലെ കഴിഞ്ഞ വലിയൊരായത്ത് 143 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ട് അതിന്റെ വിശദീകരണം പറയാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലേക്കൊന്ന് നമുക്ക് കടക്കാം. അതായത് വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസി വയകൂന റസൂലു അലൈക്കും ഷഹീദാ വമാ ജഅൽനൽ ഖിബലത അല്ലതി കുൻത അലൈഹാ ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂല മിമ്മൻ യൻഖലിബു അലാ അഖിബൈഹി وإن كانت لكبيرة إلا على الذين هدى الله وما كان الله ليضيع إيمانكم إن الله بالناس لرؤوف رحيم. ഇவ்விധം നാം നിങ്ങളെ ഒരു മിത സമുദായമാക്കിയിരിക്കുന്നു. നിങ്ങൾ ലോകജനങ്ങൾക്ക് സാക്ഷികളാകുന്നതിനു വേണ്ടി, ദൈവദൂതൻ നിങ്ങൾക്ക് സാക്ഷിയാകാൻ വേണ്ടിയും. മുമ്പ് നിങ്ങൾ തിരിഞ്ഞ ദിക്കിനെ നാം കിബിലയാക്കി നിശ്ചയിച്ചത് ദേവദൂതനെ പിന്തുടരുന്നവരെയും പിന്തിരിഞ്ഞു പോകുന്നവരെയും വേർതിരിച്ചു കാണാൻ വേണ്ടി മാത്രമായിരുന്നു. ഈ നടപടിയാവട്ടെ വലിയൊരു പ്രയാസം തന്നെയാകുമായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ മാർഗദർശനം ലഭിച്ചവർക്ക് അത് ഒട്ടും പ്രയാസകരമായില്ല. അള്ളാഹു ഒരിക്കലും നിങ്ങളുടെ ഈ വിശ്വാസത്തെ പാഴാക്കുകയില്ല. മനുഷ്യരോട് അളവറ്റ വാത്സല്യമുള്ളവനും ദയാപരനുമല്ലോ അള്ളാഹു. അതായത് ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, മുസ്ലിം സമുദായത്തെ ഉമ്മത്തം വസത്താക്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മത്തം വസത്ത എന്നുള്ളത് നമ്മൾ 2-3 അർത്ഥം. മിത സമുദായം എന്ന ഒരർത്ഥം, അതിന്റെ അപ്പുറം മധ്യമ സമുദായം. ഞാൻ പറഞ്ഞിരുന്നു അസർ നമസ്കാരമൊക്കെ സലാത്തുൽ ഉസ്ത എന്ന് പറയുന്നത് മധ്യത്തിൽ വരുന്നു. സുബഹി, ളുഹർ, പിന്നെ അസർ, ആ ഒരു 5 മധ്യത്തിൽ. അപ്പൊ മധ്യമ ഭാഗം മിത സമുദായം, തീവ്രതക്കും അലംഭാവത്തിനും മധ്യേയുള്ള ഒരു അവസ്ഥ അല്ലെ. നമ്മളിത് മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ചാല് ഉമ്മത്തം വസത്താണ് മുസ്ലിം സമുദായം. അപ്പൊ നമ്മളിൽ ഓരോരുത്തരും ഈ ഉമ്മത്തം വസത്താണോ എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിൽ ചിന്തിക്കണം. നമ്മൾ അള്ളാഹു ഇവിടെ നിയമിച്ചു വിട്ടിരിക്കുന്ന നമ്മൾക്കിട്ട പേരെന്താന്ന് വെച്ചാല് ഉമ്മത്താണ്. നിങ്ങൾ വസത്തായ ഉമ്മത്താണ്. അപ്പൊ ഈ വസത്ത് എന്നുള്ളത് നമ്മുടെ സ്വഭാവത്തിൽ ആ മധ്യമ നിലപാട് അല്ലെങ്കിൽ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരീക്ഷിക്കേണ്ടത്. നമ്മൾ നമ്മളെ തന്നെ നോക്കേണ്ടത്. അപ്പോ അതായത് വസത്ത് എന്ന് പറയുന്നതിന് തീവ്രതക്കും അലംഭാവത്തിനും മധ്യേയുള്ള അവസ്ഥ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നിലും തീവ്രമായ നിലപാട്, അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല, വരച്ചാൽ അപ്പുറത്തില്ല ഇപ്പുറത്തില്ല എന്ന തീവ്രമായ നിലപാട്
രണ്ടാമത്തെ വളരെ അലംഭാവം, അതെന്തായാലും കുഴപ്പമില്ല. അഴകുഴമ്പൻ ഒന്നിനും ഒരു രീതിയോ ഒരു സിസ്റ്റമാറ്റിക്കോ ഒരു കൃത്യമായ നിലപാടോ ഇല്ലാത്ത ഒരു അഴകുഴമ്പൻ തരത്തിലുള്ള ഒരു നിലപാട്. അപ്പൊ അതൊന്നുമല്ല. ഇസ്ലാം എന്ന് പറയുന്നത് മധ്യത്തിലാണ് എന്ന നിലക്ക് മിതത്വം എന്ന അർത്ഥത്തിലും പക്ഷപാതത്തിനും അനീതിക്കും പിന്നുള്ളത് പക്ഷപാതത്തിനും അനീതിക്കും മധ്യയുള്ള നിലപാട്. അതായത് പക്ഷപാതിത്വം പാടില്ല, അതായത് ഒരു ഭാഗത്തേക്ക് മാത്രം തൂങ്ങിയിട്ടുള്ളത് പാടില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു തുലാസിന്റെ ആ നടുവിലുള്ള സാധാരണ തുലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും തൂങ്ങുമ്പോൾ നടുവിലുള്ള സാധനം നടുവിൽ ഇങ്ങനെ കൃത്യമായി നിൽക്കുമ്പോഴാണ് നമ്മൾ നീതി പാലിക്കപ്പെടുക. ഇപ്പൊ ഈ കോർട്ടിലൊക്കെ ഒരു കണ്ണ് കെട്ടിയിട്ട് ഒരു സ്ത്രീയുടെ ചിത്രം കാണാം അല്ലെ, തുലാസ് ഇങ്ങനെ പിടിച്ചിട്ട് കണ്ണ് കെട്ടിയ ഒരു സ്ത്രീയുടെ പ്രതിമ. എന്തിനാന്ന് വെച്ചാൽ അതാണ് നീതി എന്ന് പറയുന്നത്. കണ്ണ് നോക്കാതെ ആരാണെന്ന്, ഏതാണെന്ന്, വംശം ഏതാണെന്ന്, കളർ ഏതാണെന്നും വർഗം ഏതാണെന്നും നോക്കാതെ നടുവിലുള്ള ഒരു നീതിപരമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത്. രണ്ടുപേർക്കും രണ്ടിനിടയിലുള്ള മധ്യമം നീതി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതി. നിഷ്പക്ഷത എന്നീ അർത്ഥങ്ങളിൽ ഈ ആശയങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ ഉത്തമമായ, ഉത്കൃഷ്ടമായ എന്നീ അർത്ഥങ്ങളിൽ ഈ പദം ഉപയോഗിക്കാറുണ്ട്. മനസ്സിലായില്ലേ? ഉമ്മത്തും വസത്ത് എന്ന് പറയുന്ന ഉത്തമ സമുദായമാണ് അവൾ ഉത്കൃഷ്ട സമുദായമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ ഈ ഉത്കൃഷ്ടം ഉത്തമം എന്നുള്ളതിന് ആ ഒരു അർത്ഥവാക്കിൽ തന്നെ അവര് നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നതും മനസ്സിലായില്ല. അങ്ങനെയുള്ള വസത്തായ മിതമായ മധ്യമ നിലപാടിൽ നിൽക്കുന്ന, അധർമ്മങ്ങൾ പോവാതെ ഉള്ള ആ ഒരു നിലപാടുള്ള വ്യക്തികൾ തന്നെ ഉത്തമമായിരിക്കും. ഉത്തമമുള്ള ഒരു സമുദായം, ഉത്കൃഷ്ടമായ സമുദായമായിരിക്കും. അപ്പൊ ഇവിടെ മുസ്ലിം സമുദായത്തിന് വിശേഷണമായിട്ടാണ് ഉമ്മത്തും വസത്ത് എന്ന് പറയുന്നത്. ഉത്കൃഷ്ട നിഷ്പക്ഷവും നീതിയുമായ സമുദായം. മുസ്ലിം സമുദായത്തിന്റെ വിശേഷണം എന്ന നിലയിൽ ഈ അർത്ഥങ്ങളെല്ലാം പ്രസ്തുത പദപ്രയോഗം ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. ഉമ്മത്തും വസത്ത് എന്ന വാക്യത്തിൽ പ്രകടിപ്പിച്ച അതേ ആശയം തന്നെയാണ് മറ്റൊരിടത്ത് ഖൈറു ഉമ്മത്ത് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഏതോ വേറൊരു സൂറത്തില് ഖൈറു ഉമ്മത്ത്, ഉത്തമ സമുദായം എന്ന് തന്നെ മുസ്ലിം സമുദായത്തെ അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ മുസ്ലിം സമൂഹത്തെ ഉമ്മത്തും വസത്ത് എന്ന് വിശേഷിപ്പിച്ചതിന് സാന്ദർഭികമായ താല്പര്യം ഇതാണ്. അവർ ജൂതവർഗത്തെ പോലെ ചില പ്രവാചകന്മാരെ വിശ്വസിക്കുകയും ചില പ്രവാചകന്മാരെ നിഷേധിക്കുകയും ചെയ്യുകയോ ക്രൈസ്തവരെ പോലെ ചില പ്രവാചകന്മാരെ ദൈവമാക്കി ഉയർത്തുകയോ ചെയ്യാതെ അള്ളാഹു അയച്ച എല്ലാ പ്രവാചകന്മാരെയും സന്മാർഗദർശകരായി പുണ്യാത്മാക്കളുമായി അംഗീകരിക്കുന്നത്. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ സാധാരണ ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസൂലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ ഇല്ല. അതായത് ഈ അത് വിശ്വാസികളുടെ ഗുണങ്ങൾ പറയുന്നിടത്തിൽ ലാ നുഫർരിഖു ബൈന അഹദിൻ, അതായത് അവർ ഒരു പ്രവാചകനിലും ഭിന്നത കൽപ്പിക്കില്ല, വിവേചനം കൽപ്പിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ അതായത് മുസ്ലിം സമുദായം എല്ലാ പ്രവാചകന്മാരെയും അവർ അള്ളാഹുവിൽ നിന്നുള്ളതാണെങ്കിലും ആണെന്നും അവർ പുണ്യാത്മാക്കളാണെന്നും ഒരുപോലെ സന്മാർഗദർശകരാണെന്നും എല്ലാ പ്രവാചകന്മാരും അവർ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഇതിലാണ് വഴിപിഴച്ചു പോയത്. അവര് ജൂതന്മാരാണെങ്കിൽ ചില പ്രവാചകരെ വിശ്വസിച്ചു, അവർ അള്ളാഹുവിൽ നിന്നാണ് ചില പ്രവാചകന്മാർ അവിടെ പാടെ നിഷേധിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ക്രിസ്ത്യാനികൾ എന്താ ചെയ്തത്? ചില പ്രവാചകന്മാരെ ദൈവമാക്കി കളഞ്ഞു. അതായത് വെറും സന്മാർഗദർശകരാണ്, അവർ അള്ളാഹുവിൽ നിന്നുള്ള സന്മാർഗദർശകരാണ് എന്ന് വിശ്വസിക്കുന്നതിന് പകരം അവരെ അങ്ങ് അള്ളാഹിന്റെ കൂടെ ആക്കി കളഞ്ഞു. അതായത് അവര് വിവേചനം കൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിൽ ഈ ഒരു കാര്യം അവിടെ മുസ്ലിങ്ങളെ ഗുണമായിട്ട് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ അവർ ഇഹലോകത്തിന് വേണ്ടി പരലോകത്തെ നിഷേധിക്കുന്നവരോ പരലോകത്തിന് വേണ്ടി ഇഹലോകത്തെ നിഷേധിക്കുന്നവരോ അല്ല. ഈ ഉമ്മത്തും വസത്ത് എന്നുള്ളതില് വേറൊരു ഗുണം പറയുന്നത് എന്താ വെച്ചാല് അവര് ഇഹലോകത്തിന് വേണ്ടി പരലോകത്തെ നിഷേധിക്കുന്നവരല്ല. മനസ്സിലായില്ലേ? അതായത് മുഴുവൻ സമയവും ഇഹലോകത്തിന് അങ്ങ് ചെലവഴിച്ചിട്ട് പരലോകം പാടെ മറക്കുന്നവരല്ല എന്നർത്ഥം. നേരെ തിരിച്ചും, അതായത് പരലോകത്തിന് വേണ്ടി ഇഹലോകത്തെ മുഴുവൻ നിഷേധിക്കുകയുമില്ല. അവര് ഇഹലോകത്തും ഒരു മധ്യമ നിലപാടാ സ്വീകരിക്കും. കാരണം അവർക്ക് പരലോകത്തൊരു ജീവിതം ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ അവര് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത എന്ന പ്രാർത്ഥന പോലെ ഈ ലോകവും പ്രാധാന്യമുണ്ട്, നമുക്ക് പരലോകവും പ്രാധാന്യമുണ്ട്. രണ്ട് ലോകത്തിന്റെയും യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ രണ്ടിന്റെയും അനുഗ്രഹങ്ങൾ നേടാൻ ശ്രമിക്കുന്നവരാണ്. അതായത് വളരെ നല്ല ഒരു ജീവിതം, ഇഹലോകത്താണെങ്കിലും പരലോകത്തും രക്ഷപ്പെടുന്ന തരത്തിലുള്ള ഒരു ജീവിതം. ഇഹലോകത്തും തന്നെ അവര് എല്ലാം ഒഴിവാക്കി ഒരു സന്യാസിയെ പോലെ മുഴു സമയവും പള്ളിയിൽ ചെലവഴിച്ച് ഓതി ഖുർആൻ ഓതി കുടുംബമില്ലാതെ ഒരു മൂലയിൽ ഇരുന്ന് മുഴു സമയം ആരാധനക്കായി ചെലവഴിക്കുന്നവരല്ല. അവർ
ജീവിതത്തിൽ ഇടപെടുന്ന ആളുകളുമായി ഇടപഴകുന്നു, കല്യാണം കഴിക്കുന്നു, പല അനുഗ്രഹങ്ങൾ തേടാൻ ബിസിനസ് ചെയ്യുന്നു. അവരൊരുപാട് ഇതിൽ ഇടപെടും. പക്ഷെ അവർക്കറിയാം പരലോകമുണ്ട്. അപ്പൊ ഈ ഇടപാടുകളിലൊക്കെ തന്നെ ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അവരുടെ ഈ ലോകത്തെ ജീവിതവും സന്തുഷ്ടമായി അവർ കഴിച്ചു ഇതാക്കുന്നു എന്നുള്ളതാണ്. ആത്മീയതയുടെയും ഭക്തിയുടെയും പേരിൽ സംസാര ലോകത്തിൽ നിന്ന് വിരക്തരായി നിഗ്രഹപരമായ ജീവിതശൈലി സ്വീകരിക്കുകയില്ല. മനസ്സിലായില്ലേ? ഭൗതിക സുഖങ്ങളിൽ മോഹിതരായി ധാർമ്മിക പ്രമാണങ്ങളെ ലംഘിച്ചുകൊണ്ടുള്ള ഭോഗ ജീവിതത്തിൽ നിമഗ്നരാവുകയുമില്ല. രണ്ടിനും മധ്യേ ആത്മാവിന്റെ തേട്ടങ്ങൾക്കും ശരീരത്തിന്റെ തേട്ടങ്ങൾക്കും അവയെ അർഹിക്കുന്ന പരിഗണന നൽകി രണ്ടിനെയും സമരസപ്പെടുത്തി തൃപ്തിപ്പെടുന്നവരാണവർ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവര് ആത്മാവിനെയും നമുക്കറിയാം ഇഹലോകത്ത് ജീവിതം എന്ന് പറഞ്ഞാൽ ശരീരപ്രധാനാണ്. ശരീരത്തിന്റെ സുഖങ്ങളും രസങ്ങളും ആണ് ഇവിടുത്തെ ഒരു രസം. എന്നാൽ പരലോകത്തോ ആത്മാവിന്റെ മോക്ഷത്തിനാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അവര് രണ്ടിനും പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ലോകത്ത് ജീവിക്കുക എന്നുള്ളതാണ്. ഇനി ഇവിടെ മുസ്ലിം ഈ ഉത്തരവാദിത്തത്തെ, അതായത് ഈ ആയത്തിൽ പറയുന്നത് ഉമ്മത്തം വസത്തല്ലി തെക്കൂനു ഷുഹദാ അലന്നാസ് വയക്കൂന റസൂൽ അലൈക്കും ഷഹീദ. റസൂല് മുസ്ലിങ്ങൾക്ക് സാക്ഷിയാകുന്നു, ഈ മുസ്ലിം സമൂഹം മുഴുവൻ ലോക ജനങ്ങൾക്കും സാക്ഷിയാകുന്നതിന് വേണ്ടിയാണ് എന്നാണ് അവരെ ഈ ഉമ്മത്ത് വസത്ത് ആക്കിയതിന്റെ ഇത് പറയുന്നത്, കാരണമായിട്ട് പറയുന്നത്. അതായത് വാക്കതാലിക്ക് ജാലിനാക്കും നിങ്ങളെ നാം ആക്കി ഉമ്മത്തം വസത്ത മധ്യമ സമുദായം. എന്തിന്? ഈ തെക്കൂനു നിങ്ങൾ ആവാൻ വേണ്ടി. ഇപ്പൊ ഖുർആനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചില ആയത്തുകളിലെങ്കിലും എന്തിനാണ് അത് അള്ളാഹ് അങ്ങനെ ചെയ്തതെന്നുള്ളതിന്റെ ഉത്തരം അവിടെ തന്നെ ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇപ്പൊ വേറെ ഇപ്പൊ ശരീഅത്ത് നിയമങ്ങളിലൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചില ശരീഅത്ത് നിയമങ്ങളുടെ എന്തിന്റെ കാരണവും ആയത്തിന് കൂടെ ഉണ്ടാവും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിന്നെ നമ്മളെ മദ്യം ഹറാമാക്കി, അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹറാമാക്കി ചില കാര്യങ്ങൾക്ക് കൂടെ ഇപ്പൊ നോമ്പ് എന്ന് പറയുന്ന ശരീഅത്ത് നിയമത്തിൽ നമുക്ക് എന്താണ് കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്നല്ലേ. അതായത് നിങ്ങൾക്ക് മേൽ ഞാൻ നോമ്പ് മുമ്പുള്ളവരെ പോലെ തന്നെ നിങ്ങൾക്കും ഞാൻ നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നൊരു നിയമം നമ്മളുടെ മേലെ വെച്ചപ്പോ എന്തിനാ എന്നും കൂടി പറഞ്ഞു. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ് കേട്ടോ ഈ നിയമം ഞാൻ നിങ്ങളിലേക്ക് വെക്കുന്നത് എന്നുള്ളത്. അങ്ങനെ പക്ഷേ നമ്മളുടെ അതുപോലത്തെ ഖുർആനിൽ ഇദ്ദയെ കുറിച്ച് പറയുന്നത് 4 മാസവും 10 ദിവസവും. പക്ഷെ ആ ഇദ്ദ എന്തിനാണ് എന്നതിന്റെ കാരണം ആ ആയത്ത് പറഞ്ഞിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ നിയമങ്ങളുടെയും കാരണം പറഞ്ഞിട്ടില്ല. എന്നാൽ എല്ലാത്തിനും അള്ളാന്റെ നിയമങ്ങൾക്ക് യുക്തിപൂർണമായ നിയമമായിരിക്കും. പക്ഷെ എല്ലാ നിയമത്തിന്റെയും യുക്തി അറിഞ്ഞിട്ട് ഞാൻ അനുസരിക്കൂ എന്ന് പറയുമ്പോൾ അത് ശരിയുമല്ല. കാരണം എന്ന് വെച്ചാൽ അള്ളാഹ് എല്ലാത്തിന്റെയും യുക്തി ഖുർആനിൽ വ്യക്തമായി പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ പറയാത്തത് നമ്മൾ അള്ളാഹുവിലേക്ക് വിടുക. യുക്തി ഇല്ലാതെ അള്ളാന്റെ തിരുമോ ഉണ്ടാവില്ല. അത് അള്ളാഹുവിലേക്ക് ഞാൻ ട്രസ്റ്റ് ചെയ്തു, അല്ലാതെ അള്ളാന്റെ യുക്തി അറിഞ്ഞിട്ടേ ഞാൻ ജീവിതത്തിൽ പാലിക്കൊള്ളൂ എന്ന് വെച്ചാൽ അതിന്റെ മുന്നേ മനുഷ്യ യുക്തി ചിലപ്പോ ഒരുപക്ഷെ കാലങ്ങൾക്ക് ശേഷം കണ്ടുപിടിക്കുമായിരിക്കാം. പക്ഷെ അതിന് മുന്നേ നമ്മൾ ആയുസ് തീർന്നു പോകുന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ ഇവിടെ നമ്മളെ ഉമ്മത്തും വസത്താക്കിയതിന്റെ കാരണം അതിന്റെ കൂടെ തന്നെ പറയുന്നു, ലി തെക്കൂനു ശുഹദാ അലന്നാസി വയകൂന റസൂലു അലൈക്കും ഷഹീദ, ഇതിനു വേണ്ടി. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന് പറഞ്ഞാൽ മതിയായിരുന്നു ഉമ്മത്തും വസത്ത് നിങ്ങളെ മധ്യമ സമുദായം ആക്കിയത് എന്തിനാന്ന് വെച്ചാൽ ദഅവ ചെയ്യാൻ എന്ന് പറഞ്ഞതിന് പകരം, അതായത് ഇസ്ലാമിനെ എല്ലാ ജനങ്ങൾക്കും എത്തിക്കുന്ന ഒരു ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഉമ്മത്ത് വസത്ത് ആക്കിയത് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത്. ദഅവ ചെയ്യാൻ എന്നുള്ളതല്ല പറഞ്ഞു, മറിച്ച് നിങ്ങൾ സാക്ഷി ഷഹീദാവാൻ വേണ്ടിയാണ് നിങ്ങളെ ഞാൻ ഉമ്മത്ത് വസത്താക്കിയത്. ഇതില് നമുക്ക് ഒരുപാട് പാഠം പഠിക്കാനുണ്ട്. അതായത് ഇപ്പൊ ദാവത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? സാധാരണ പ്രബോധനം എന്ന് ദാവ ചെയ്യാന്ന് പറയാറുണ്ട് അല്ലെ. അതായത് ദാവത്ത് എന്ന് പറഞ്ഞ ഒരു സംഗതി, ആ ദാവ എന്ന വാക്ക് എന്ന് പറഞ്ഞാൽ വിളി. ദാവ എന്ന് പറഞ്ഞാൽ വിളി എന്നല്ലേ, ദുആ വിളി, ദാവത്ത് വിളിക്കുക, ക്ഷണിക്കുക എന്നുള്ള അർത്ഥത്തിൽ. അതായത് ഒരു സംഗതി നമ്മൾ വിശദീകരിച്ചു കൊടുക്കുകയും അതിലേക്ക് ക്ഷണിക്കുകയുമാണ് ദാവത്ത് എന്ന വാക്കിന്റെ അർത്ഥം, പ്രബോധനം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഒരു കാര്യം നമ്മൾ ഒരാൾക്ക് വിശദീകരിച്ചു കൊടുത്തിട്ട് നീ ഇതിലേക്ക് വാ, ഇത് നല്ലൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി അവർ ഇതാക്കി കൊടുക്കുന്നത് ദാവത്ത്. എന്നാൽ ഇവിടെ അള്ളാഹ് പ്രയോഗിച്ചത് ദാവത്ത് ചെയ്യാനല്ല നമ്മളോട് പറഞ്ഞത്, ഷഹീദാവാൻ, ശുഹദാക്കളാകാൻ, സാക്ഷികളാകാൻ. അതായത് ഒരു സംഗതിയുടെ സാക്ഷിയാവുക എന്നാൽ ആ സംഗതി നേരിട്ട് കണ്ട് ബോധ്യപ്പെടുകയോ അത് സത്യമാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയോ
അഥവാ അത് സത്യമാണതിന്റെ തെളിവായി നിലകൊള്ളുക എന്നാകുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതായത് നമ്മൾ പറഞ്ഞുകൊണ്ട് ചെയ്യാന്നുള്ളതല്ല, നമ്മൾ അതിന് സാക്ഷികളാവുന്ന വെച്ചാൽ നമ്മളെ ജീവിതം കൊണ്ട് നമ്മൾ അതിന് സാക്ഷിയായിട്ട് ബോധ്യപ്പെടുത്തണം. ഞാൻ ഈ പറയുന്ന കാര്യം സത്യമാണ്. മനസ്സിലായില്ലേ? രക്തസാക്ഷി, ഇപ്പൊ രക്തസാക്ഷി എന്ന് നമ്മൾ പറയാറുണ്ട്. യുദ്ധത്തിൽ മരിച്ച ഒരാളെ നമ്മൾ രക്തസാക്ഷി എന്ന് പറയാൻ കാരണം അദ്ദേഹം തന്റെ പക്കലുള്ള ആ ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു ആശയം, ആ ഒരു ഐഡിയോളജി സത്യമാണെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചത് കൊണ്ടാ ഷഹീദ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? രക്തസാക്ഷി, രക്തം കൊണ്ട് അവൻ സാക്ഷിയായി. എന്തിന്? തന്റെ ആ നിലപാട്, താൻ സ്വീകരിച്ച ആ ഒരു ആശയം, ആ ഒരു ഇതുണ്ടല്ലോ, മതം അല്ലെ എന്താണോന്ന് വെച്ചാൽ ജീവിത നിലപാട് സാക്ഷിയാണ്, രക്തം കൊടുത്തിട്ടാണ് അവൻ സാക്ഷ്യം വഹിച്ചത്. അതുകൊണ്ട് രക്തസാക്ഷി. അപ്പൊ പ്രബോധനം ചെയ്യുന്ന സംഗതിക്ക് ഈ അർത്ഥങ്ങളിൽ പ്രബോധകൻ സാക്ഷിയാണ്. അപ്പൊ പ്രബോധനം ദഅവത്ത് ചെയ്യാൻ എല്ലാവർക്കും എളുപ്പമാണ്. എന്തുകൊണ്ടാണ്? അതിങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു ബുക്ക് കൊടുത്താൽ മതി, നീ ഇത് വായിക്ക്. അതായത് ആ മെസ്സേജ് അങ്ങ് പാസ് ചെയ്താൽ മതി. ഇപ്പൊ വാട്സപ്പ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഫോർവേഡ് ചെയ്താൽ മതി, വളരെ ഈസിയാണ്. പക്ഷേ കർമ്മ ജീവിതത്തിൽ ദൈവവിശ്വാസത്തിന്റെ യാതൊരു സാക്ഷ്യവും ഇല്ലാത്തയാൾക്കും ഈ ദഅവ ചെയ്യാൻ ആർക്കും ചെയ്യാന്ന് പറയാം. കാരണം സ്വന്തം ജീവിതത്തിൽ ഇല്ലാത്ത ആൾക്കും അത് ചെയ്യാൻ പറ്റും. എന്നാൽ ഒരാളുടെ വിശ്വാസം അയാളുടെ കർമ്മജീവിതത്തെ സ്വാധീനിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് ആ വിശ്വാസത്തിന് സാക്ഷിയാവാൻ കഴിയില്ല. മനസ്സിലായില്ലേ? അതായത് സ്വന്തം ജീവിതം കൊണ്ട് ആ പറയുന്ന അല്ലെങ്കിൽ ആ ബുക്ക് വായിക്കാൻ കൊടുത്ത ബുക്കിലുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ അത് കാണിച്ചു കൊടുക്കാൻ വളരെ പ്രയാസകരമാണ്. പക്ഷെ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റണം എന്നില്ല. പക്ഷെ ദഅവ എന്ന് പറയുന്നത് ആർക്കും ചെയ്യാൻ പറ്റും. സ്വന്തം ജീവിതത്തിൽ ആ പറയുന്ന കാര്യം ഉണ്ടാവുകയില്ല. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള വേറെ വിഷയം. പക്ഷെ അതാണ് ദഅവത്ത് എന്ന് പറഞ്ഞ വിളിയും ഷഹീദ് സാക്ഷിയാവുന്നുള്ളതിന്റെ രണ്ടും വ്യത്യാസമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ജനങ്ങൾക്ക്, അതായത് പിന്നെ ആ ഇവിടെ മധ്യമ സമുദായം ജനങ്ങൾക്ക് സാക്ഷികളാവുക എന്ന് പറഞ്ഞതിന്റെ താല്പര്യം പ്രായോഗിക ജീവിതത്തിലൂടെ ദൈവവിശ്വാസത്തിന്റെയും ദൈവനിർദ്ദിഷ്ടമായ നൈതിക ധാർമ്മിക മൂല്യങ്ങളുടെയും സജീവമായ തെളിവുകളായി വർത്തിച്ചുകൊണ്ട് യഥാർത്ഥ ദൈവിക മതം ഏതാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അതായത് മനസ്സിലായില്ലേ? ഈ പ്രവാചകനെ പോലെ, അതായത് മുസ്ലിങ്ങളെ കേട്ടിട്ടല്ല കണ്ടിട്ടാണ് ജനങ്ങൾ സത്യദീൻ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. പ്രഭാഷണങ്ങളിലൂടെയും പ്രബന്ധങ്ങളിലൂടെയും ഉള്ള പ്രബോധനത്തെക്കാൾ പ്രായോഗിക ജീവിത മാതൃകയിലൂടെയുള്ള പ്രബോധനത്തിനാണ് ഖുർആൻ ഊന്നൽ കൊടുക്കുന്നത് എന്നർത്ഥം. മനസ്സിലായി എന്ന് വിചാരിക്കും. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ നടക്കുന്ന ഖുർആനായിരുന്നു. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പ്രവാചകൻ ജീവിതം കൊണ്ട് ഖുർആനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തത്. പ്രവാചകന്റെ അടുത്ത് പോകുന്ന ഏതൊരാളും വിശ്വാസിയായത് പ്രവാചകന്റെ ജീവിതത്തിലെ നിലപാട് കണ്ടിട്ടാണ്. അധിക പേരും അദ്ദേഹത്തിന്റെ നല്ല സ്വഭാവം, സൗമ്യ സ്വഭാവം, വിട്ടുവീഴ്ച, അദ്ദേഹത്തിന്റെ ആ പെരുമാറ്റത്തിലുള്ള മാന്യതയും ആ ഒരു എന്താ പറയാ വല്ലാത്ത ഒരു ഇത് ആരെയും അട്രാക്ട് ചെയ്യുന്ന ആ സ്വഭാവം കൊണ്ടാണ് പല ആളുകളും ഇസ്ലാമിലേക്ക് വന്നിരിക്കുന്നത്. അല്ലാതെ വെറും പ്രവാചകൻ അങ്ങനെ പറയുന്നതിലൂടെ അല്ല, ആ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയത് കൊണ്ടാണ്. അപ്പൊ അതുപോലെ സാക്ഷികളാവാനാണ് ഈ ആയത്തില് മുസ്ലിങ്ങളായ ഉമ്മത്തും വസത്തിനോട് അള്ളാഹു പറയുന്നത് എന്നർത്ഥം. മനസ്സിലായില്ലേ? ഇനി അടുത്തത് വമാ ജഅൽനൽ ഖിബ്ലത്തല്ലത്തി കുൻത അലൈഹ ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂല മിൻ. അതായത് അള്ളാഹ് പറയുന്നു, നിന്നെ ഞാൻ മുമ്പ് നിങ്ങൾ തിരിച്ച ദിക്കിനെ കിബിലയാക്കി നിശ്ചയിച്ചു. ദൈവദൂതനെ പിന്തുടരുന്നതും പിന്തിരിഞ്ഞു പോകുന്നവരെയും ആരാണെന്ന് വേർതിരിച്ച് കാണാൻ വേണ്ടിയാണ്. പിന്നെ ഇങ്ങനെ ഈ കിബില ഇങ്ങനെ ഇടക്കിടക്ക് മാറ്റാൻ ഉള്ള അള്ളാന്റെ തീരുമാനം എന്ന് പറഞ്ഞല്ലോ. വമാ ജഅൽനൽ ഖിബ്ലത്തി കുൻത, നീ ഉണ്ടായിരുന്ന കിബിലയിൽ നിന്നും നിന്നെ തിരിച്ചതിന്റെ കാരണം ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂല മിമ്മൻ ഖല, ആരാണ് റസൂലിനെ പിൻപറ്റുന്നതും പിന്തിരിയുന്നതും എന്ന് അറിയാൻ വേണ്ടിയാണ്. അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കറിയാം ഈ പ്രവാചകൻ ആദ്യം തിരിഞ്ഞിരുന്ന മദീനയിൽ എത്തി 1.5 വർഷത്തോളം ബൈത്തുൽ മുഖദ്ദസ്, അതായത് മസ്ജിദുൽ അഖ്സയിലേക്കാണ് തിരിഞ്ഞിരുന്നത്. പിന്നീടാണ് കഅബയിലേക്ക് മാറുക. ആദ്യവും കഅബയായിരുന്നു. മക്കയിലായിരുന്ന സമയത്ത് കഅബ, പിന്നീട് ബൈത്തുൽ മുഖദ്ദസ് 1.5 വർഷത്തോളം മദീനയിൽ എത്തിയപ്പോ പിന്നെ വീണ്ടും അതിനുശേഷം ഏതാണ്ട് ഹിജ്റ 2-ാം വർഷം തന്നെ കിബില അള്ളാഹു കഅബയിലേക്ക് മാറ്റുകയാണ്. അപ്പൊ ഇവിടെ ശരിക്ക് റസൂലിനെ പിൻപറ്റുന്നവരാരെന്ന് കറകളഞ്ഞ് അറിയാൻ വേണ്ടിയിട്ട് ഒരൊറ്റ പതിര് പോലും ഇല്ലാത്ത വൃത്തിയുള്ള നല്ല കഴമ്പുള്ള സാധനത്തെ വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇത്. അതായത് ചില ആളുകള് ദേശത്തോട് ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? ദേശം, സ്വന്തം ദേശം അല്ലെങ്കിൽ സ്വന്തം കുടുംബം,
സ്വന്തം വർഗം, തന്റെ സംസ്കാരം, അല്ലെങ്കിൽ സ്വന്തം നാടിൻ എന്തെങ്കിലുമൊക്കെ ഈ ഭൗതിക ലോകത്തെ ആ ഒരു കാറ്റഗറൈസ് ചെയ്ത ആ ഒരു സാധനം ഉണ്ടാവില്ല, അതിനോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോ അതിന്റെ അപ്പുറം പറയുന്ന കാര്യങ്ങൾ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ ഈ കിബില മാറ്റത്തിന്റെ വിഷയം പറയുകയാണെങ്കിൽ, ബൈത്തുൽ മുഖദ്ദിസ് കിബില ആയ സമയത്ത് ജൂതന്മാർക്ക് നല്ല സന്തോഷമായിരുന്നു. കാരണം ബൈത്തുൽ മുഖദ്ദിസ് അവരുടെ പ്രവാചകന്മാരുടെ കാലത്തൊക്കെ ഉണ്ടായ അവരുടെ ഒരു ഇതായിട്ടാണ് അവർ. അപ്പൊ അവര് ഭയങ്കരമായിട്ട് അതിനെ സ്നേഹിക്കുകയും പ്രവാചകന് അത് കിബിലാക്കി ഭയങ്കര സന്തോഷവും അവർക്ക് ഭയങ്കര തൃപ്തിയായിരുന്നു. പക്ഷേ കഅബയിലേക്ക് മാറ്റിയപ്പോ അവർക്ക് മനസ്സിൽ ചൊറിയാൻ തുടങ്ങി. അവർക്കിത് മാറ്റാൻ പറ്റില്ല. കാരണം അവരുടെ വംശീയത കൊണ്ട് അവർക്ക് അവരുടെ ദേശം, അവരുടെ ദേശത്ത് ഉള്ള ആ ഒരു പള്ളി അല്ലെങ്കിൽ ആ ഒരു പള്ളിയോടുള്ള വല്ലാത്തുള്ള അറ്റാച്ച്മെന്റും അവരുടെ ആ വർഗത്തോടുള്ള ദേശീയത എന്ന് പറയൂലേ, അത് കാരണം റസൂലിനെ അനുസരിക്കുന്നതിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പോവാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, റസൂൽ എന്താണോ പറയുന്നത് അത് ദേശവർഗ കുടുംബ ഒന്നും പിന്നെ വ്യത്യാസമില്ലാതെ റസൂലിനെ അനുസരിക്കണം എന്നാണ്. അപ്പൊ നമ്മൾക്കിപ്പോ അതിലുള്ള പാഠം എന്താന്ന് വെച്ചാല്, നമ്മളിപ്പോ നാട്ടിലെ സംസ്കാരത്തിനനുസരിച്ച് ജീവിക്കുമ്പോ കേരളീയ സംസ്കാരത്തിന്റെ മാതൃക എന്നൊക്കെ പറഞ്ഞ് സംസ്കാരവും നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗം, അല്ലെങ്കിൽ ഇത് എന്റെ വീട്ടിലെ കുടുംബത്തിന്റെ പാരമ്പര്യം ഇങ്ങനെയാണ്, എനിക്കിത് മാറ്റാൻ ബുദ്ധിമുട്ടാണ് എന്ന് അള്ളാന്റെ റസൂലിന്റെയും ഒരു നിയമം അനുസരിക്കാൻ നമ്മൾക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഈ കിബില മാറ്റത്തിലൂടെ അള്ളാഹു ശരിക്കും ഉദ്ദേശിച്ചത് റസൂലിനെ കൃത്യമായി പിന്തുടരുന്നവരും ഈ ദേശവും ത്യാഗവും കുടുംബവും ഇതൊക്കെ പറഞ്ഞ് അത് പിന്തുടരാൻ പ്രയാസമുള്ളവരെയും മനസ്സിലാക്കാൻ. അപ്പൊ ശരിക്കും ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാടുകളിലുള്ള കല്യാണങ്ങള്, അതുപോലെ തന്നെ ഒരുപാട് പരിപാടികള് അധികവും നമ്മൾ ആചാരത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒക്കെ പേരിലും കുടുംബ പാരമ്പര്യം ആ ഒരു രീതിയിലാണ് നമ്മൾ പലതും ചെയ്തു പോരുന്നതും പലതും നമുക്ക് നിർത്താൻ പറ്റാത്തതും. അതായത് ചില കാര്യങ്ങള് തെറ്റാണെന്നറിഞ്ഞാലും റസൂല് ഇതിനെ അംഗീകരിക്കുന്നില്ല എന്ന്, നമ്മൾ അള്ളാഹു റസൂലിന് ഇഷ്ടമില്ല എന്ന് അറിഞ്ഞാലും ഒരു പക്ഷേ നമ്മുടെ ആ ഒരു സംസ്കാരം എന്തൊക്കെയോ കൾച്ചർ കാരണം നമുക്ക് അത് പിന്തുടരാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മൾ ഈ ഖുർആനൊക്കെ പഠിക്കുമ്പോൾ ജൂതന്മാരെ മറ്റവരൊക്കെ പറയാൻ നല്ല എളുപ്പമാണ്. അവർക്കും അതന്നെ പറ്റിയത്, ദേശീയത ആ ഒരു വർഗത്തിന്റെ സ്വന്തം വർഗത്തെ എന്താണോ പറയുന്നത് അതേ അവര് കേൾക്കൂ. ഫാസിസം എന്നൊക്കെ പറയുന്നത് അത് തന്നെ. അപ്പൊ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ ഈ ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആരാണ് പിന്തിരുന്നത് ആരാണ് ഇത് തുടരുന്നതെന്ന് അള്ളാഹിന്റെ ഒരു പരീക്ഷണം മാത്രമാണ് ഇത്. വൈൻ കാനത്ത് ലകബീറത്തൻ ഇല്ലാ അലല്ലദീന ഹദല്ലാഹു വമാ കാനല്ലാഹു ലിയുളിയ ഈമാനക്കും. അതായത് വൈൻ കാനത്ത്, ശരിക്കും ഇതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വളരെ പാഠങ്ങളുള്ള ഒരു ആയത്തും കൂടിയാണ്. വൈൻ കാനത്ത് ലകബീറത്തൻ ഇല്ലാ അലല്ലദീന ഹദല്ലാഹ്. അങ്ങനെ ചെയ്യാൻ അള്ളാഹുവിന്റെ ഹിദായത്ത് കിട്ടിയ അല്ലാത്ത ആളുകൾക്കൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും. നിങ്ങൾ നമ്മുടെ ജീവിതം ആലോചിച്ച് നോക്കി. ഇപ്പൊ ചില ജീവിത സാഹചര്യങ്ങൾ നമുക്ക് റസൂലും അള്ളാഹ് പറയുന്നത് നമുക്ക് അറിയാം, ഞാൻ ചെയ്യുന്നത് വെറും അവർക്ക് ഇഷ്ടമല്ലാത്തതാണ്, റബ്ബിന് ഇഷ്ടമില്ലാത്തതാണെന്ന് അറിഞ്ഞാലും ചിലപ്പോ നമുക്ക് മാറ്റാൻ ഭയങ്കര പ്രയാസാണ്. പക്ഷെ ഇവിടെ അള്ളാഹ് പറയുന്നത് അതന്നെ, വൈൻകാൻ ലക്കബീർ, അത് ഭയങ്കര പ്രയാസാണ്. ചില ആളുകൾക്ക് അത് പ്രയാസം. എങ്ങനെയുള്ള ആരൊഴികെ അള്ളാന്റെ ഹിദായത്ത് കിട്ടാത്തവർക്കൊക്കെ ഭയങ്കര പ്രയാസാണ്. എന്നാൽ അള്ളാന്റെ ഹിദായത്ത് കിട്ടിയവർക്ക് അത് ഭയങ്കര എളുപ്പമാണ്. അവര് പറയും അത് റസൂൽ അള്ളയും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്കത് അനുസരിക്കാൻ പറ്റില്ല. അവര് സിമ്പിൾ ആയിട്ട് അവരത് ഭൗതിക താല്പര്യം ഇല്ലാതെ അവരുടെ ദേഹേച്ഛക്ക് അടിമപ്പെടാതെ അവരത് സ്വീകരിച്ചു പോകും. അല്ലെങ്കിൽ ആ സദസ്സിൽ നിന്ന് അവര് ഇഷ്ടം കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ മനസ്സുകൊണ്ടോ വെറുത്തിട്ട് അവര് അത് ചെയ്യാൻ മടിക്കും, അവരത് ചെയ്യൂല. അപ്പൊ അത് അള്ളാന്റെ ഒരു ഹിദായത്ത് കിട്ടണം അതിന് മനസ്സിൽ, അല്ലെങ്കിൽ വലിയ പ്രയാസം തന്നെയാണ് അത്തരത്തിലുള്ള അനുസരണ, റസൂലിനുള്ള അനുസരണ എന്ന് പറയുന്നത്. ഇവിടെ വമാക്കാൻ അള്ളാഹുലിയ ഈമാൻ അല്ല പറയുന്നുണ്ട്, നിങ്ങളെ ഈമാൻ പാഴാക്കാൻ അല്ല അള്ളാഹ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതെന്തിനാ പറയുന്നതെന്ന് വെച്ചാല്, അവിടെ അള്ളാഹു നിങ്ങളുടെ ഈമാൻ പാഴാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഈ കിബില കൊണ്ടുള്ള വിധി വന്നപ്പോഴേ, അതായത് ഇങ്ങനെ ഒരു കിബില മാറ്റത്തിന് വിധി വന്ന സമയത്ത് ഈ പ്രവാചക സഹാബിമാരിലെ ചില ചോദ്യങ്ങൾ ഇങ്ങനെ വന്നു. അതായത് അപ്പോ മുമ്പ് കിബിലയിൽ തെരഞ്ഞു നിൽക്കുന്നത്, അപ്പൊ നമ്മളൊക്കെ ചോദിക്കുന്ന പോലെ തന്നെ മുമ്പ്, അതായത് ഇതുവരെ ഇപ്പൊ കിബില മാറി കഅബക്കായി, അപ്പൊ ഇത്രയും കാലം മുമ്പ് വേറെ കിബിലയിൽ തിരിഞ്ഞ് നിസ്കരിച്ച ആളുകളുടെ കാര്യം എന്താവും എന്ന് അവര് പ്രവാചകനോട് ചോദിച്ചു. അതായത് റദ്ദാക്കപ്പെട്ട കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിർവഹിക്കപ്പെട്ട അവരുടെ നമസ്കാരങ്ങൾ അള്ളാഹു സ്വീകരിക്കുമോ അതോ തള്ളിക്കളയുമോ? അതായത് ഇത്രയും കാലം ഉണ്ടായ കിബില ഇപ്പൊ മാറ്റിയില്ലേ,
അപ്പൊ നമ്മൾ ഇത്രയും കാലം നിസ്കരിച്ച കിബില ആ നിസ്കാരങ്ങളൊക്കെ എന്താവും എന്നുള്ളൊരു ചോദ്യം. അപ്പോ അതുപോലെ തന്നെ അങ്ങനെ മരിച്ചുപോയ കുറെ ആളുകൾ അവരൊക്കെ നിസ്കാരമൊക്കെ എന്താവും എന്നുള്ള. അപ്പൊ ഈ ചോദ്യത്തിന് അള്ളാഹു മറുപടി നൽകുകയാണ്, നിങ്ങളുടെ വിശ്വാസത്തെ അഥവാ നിഷ്കളങ്കമായ ദൈവവിശ്വാസത്തോട് നിങ്ങൾ അനുഷ്ഠിച്ച ആരാധനാ കർമ്മങ്ങൾ അള്ളാഹു ഒരിക്കലും നിഷ്ഫലമാക്കുകയില്ല. അള്ളാഹിന്റെ ഉദ്ദേശം നിങ്ങൾ നിസ്കരിച്ചൊക്കെ അങ്ങോട്ട് ഇല്ലാതാക്കുക, എന്നിട്ട് അള്ളാഹ് ഇങ്ങോട്ട് മാറ്റുക, എന്നിട്ട് പുതിയ നിസ്കരിക്കുന്ന മാത്രമേ അതല്ല അള്ളാഹിന്റെ ഉദ്ദേശം. അവൻ നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും അള്ളാഹു പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. അവൻ തന്റെ ദാസന്മാരോട് ദയയും കാരുണ്യവും ഉള്ളവനാണ് എന്ന്. ഇതാണ് ഒരു വിശദീകരണം കേട്ടോ. രണ്ടാമത്തെ ഒരു വ്യാഖ്യാനത്തിൽ പറയുന്നത് എന്തിനാണ് ഈമാൻ പാഴാക്കുകയില്ല എന്നതിന്റെ രണ്ടാമത്തെ വ്യാഖ്യാനം, കിബില മാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ചോദ്യം വരുന്നുണ്ട്. അതായത് കിബില മാറ്റം ഒരു കടുത്ത പരീക്ഷണമാണെന്ന് ഖുർആൻ തന്നെ പറഞ്ഞു. അള്ളാഹു ജനങ്ങളെ ഇவ்விധം പരീക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇത് പലരും ചോദിക്കുന്ന കാര്യമാണ്. ഇപ്പൊ ഇതിലിപ്പോ അള്ളാഹ് പറഞ്ഞത് അള്ളാഹ് ജനങ്ങളെ പരീക്ഷിക്കുകയാണ്. ശരിക്കും മുസ്ലിങ്ങളെ, ശരിയായ മുസ്ലിമിനെയും കപട വിശ്വാസിനെയും ഒരുതരം അലസതയുള്ളവരെയും അത് അള്ളാന്റെ റസൂലിനോട് ഇഷ്ടമില്ലാത്തവരെയും ഒക്കെ ശരിക്കും തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണാണ് ഇതെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അവര് ചോദിക്കണേ, എന്താ ഒരു ചോദ്യം അവിടെ വരുന്നത്, എന്തിനാ അള്ളാഹ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്? മുസ്ലിം ആയാല് ആളിങ്ങനെ ജീവിച്ചാ പോരെ, എന്തിനാ ഇടക്കിടക്ക് ഇങ്ങനെ കടുത്ത പരീക്ഷണമെന്നും പറഞ്ഞ് പരീക്ഷിക്കുന്നത് എന്തിനാ എന്നുള്ള ഒരു ചോദ്യം. അപ്പൊ അതിന് അള്ളാഹു മറുപടി പറയുകയാണ്, തന്റെ ദാസന്മാരുടെ ഈമാൻ നിഷ്ഫലമാക്കാൻ ഉദ്ദേശിച്ചല്ല അള്ളാഹു ഇത്തരം പരീക്ഷണങ്ങൾ ഏർപ്പെടുക. അതായത് ഇപ്പോ ഈ പരീക്ഷണം വരുമ്പോ കുറെ ആൾക്കാരങ്ങ് പുറത്തു പോകും. മനസ്സിലായില്ലേ? ഇപ്പൊ മുസ്ലിങ്ങളാണെന്ന് വിശ്വസിച്ച് കൂടെ നടക്കുന്ന കുറെ ആൾക്കാർ ഇതിന്ന് അങ്ങ് പിന്തിരിഞ്ഞു പോകും. അപ്പൊ അള്ളാഹ്ക്ക് അവര് വിചാരിക്കുന്ന അള്ളാഹ് അവരുടെയൊക്കെ ഈമാൻ അങ്ങ് നഷ്ടപ്പെടുത്താൻ അല്ലെങ്കിൽ പാഴാക്കി കളയാൻ അവരങ്ങ് ഒഴിവാക്കുകയാണല്ലോ ചെയ്യുക. ഈ പരീക്ഷണം കഴിയുന്നതോടെ അള്ളാഹ്ക്ക് മനസ്സിലാവും കുറച്ച് ആൾക്കാരെ പുറത്തേക്ക് ജയിച്ചു വരുള്ളൂ, കുറെ ആൾക്കാരങ്ങ് തള്ളിപ്പോവും. അപ്പൊ ആ തള്ളിപ്പോകുന്ന ഒരു ഈമാനൊക്കെ പോവില്ലേ എന്നാണ് പറയുന്നത്. പക്ഷെ അള്ളാഹ് പറയുന്ന അതിനു വേണ്ടിയല്ല, നിങ്ങൾ ഈമാൻ അങ്ങ് നിഷ്ഫലമാക്കി കളയുക എന്നല്ല, മറിച്ച് അള്ളാഹു ഇത്തരം പരീക്ഷണങ്ങൾ ഏർപ്പെടുന്ന ആരുടെയും വിശ്വാസത്തെ പാഴാക്കുന്നതിനല്ല, മറിച്ച് വാസ്തവത്തിൽ ഈ പരീക്ഷണം അവന്റെ ദയയുടെയും കാരുണ്യത്തിന്റെയും പ്രകടനമാണ്. തന്റെ ദാസന്മാരുടെ യോഗ്യതകളെയും കഴിവുകളെയും വളർത്തുകയാണ് അവൻ അതിലൂടെ ചെയ്യുന്നത്. അതുവഴി അവൻ അവരിലെ നല്ലവരെയും കെട്ടവരെയും നിഷ്കളങ്കരെയും കപടന്മാരെയും വേർതിരിച്ചു കാണിക്കുന്നു. ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ നല്ലവരും തീയവരും തമ്മിലും വ്യാജരും സത്യസന്ധരും തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവുകയില്ല. ഈമാൻ അവകാശപ്പെടുന്ന എല്ലാവരെയും അംഗീകരിക്കേണ്ടി വരികയും വ്യാജന്മാരെ എല്ലാം വിശ്വസിക്കേണ്ടി വരികയും ആയിരിക്കും അതിന്റെ ഫലം. മനസ്സിലായില്ലേ? അതായത് പരലോകത്ത് പോലും അത്തരം ആളുകളെ ശിക്ഷിക്കുന്നത് ന്യായമുണ്ടാവില്ല. അതായത് ഈ ലോകത്ത് ഇപ്പോ ശരിക്കും നമുക്ക് തന്നെ അറിയാം നമുക്കിടയിൽ ഒരുപാട് കപടന്മാരുണ്ടെന്നുള്ളത്. നാട്ടിലൊക്കെ രാഷ്ട്രീയപരമായിട്ടൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ മുസ്ലിം നാമധാരികളാണ്, പക്ഷേ ഇസ്ലാമിനെതിരെയാണ് അവരുടെ അവർ നിലകൊള്ളുകളും അവരുടെ നിലപാടുകളും എല്ലാം ദീനിനെതിരെയുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവര് ബേസിക്കലി പേര് കൊണ്ട് കുടുംബം കൊണ്ടൊക്കെ മുസ്ലിമാണ്. അപ്പോ കടുത്ത പരീക്ഷണങ്ങളൊക്കെ ഓരോന്ന് വരുമ്പോഴാണ് നമുക്ക് തന്നെ മനസ്സിലാവുക ശരിക്ക് നമ്മളെ കൂടെ ഉള്ളവർ ആരാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തവരെന്നും നമ്മളെയൊക്കെ വഞ്ചിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്നത് എന്ന് മനസ്സിലാവുക അള്ളാന്റെ ചില പരീക്ഷണങ്ങൾ ഈ ലോകത്ത് വരുമ്പോഴാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും നല്ലവരാണ് എന്ന് വിചാരിച്ച് ഈ സത്യവിശ്വാസികൾ പോലും, നല്ല സത്യവിശ്വാസികൾക്ക് പോലും മനസ്സിലാവാത്തൊരവസ്ഥയും അവർ തന്നെ പൂർണ്ണമായി വിശ്വസിച്ച് വഞ്ചിക്കപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ വരുമല്ലോ. അപ്പൊ അള്ളാന്റെ ഇതില് ശരിക്കും നല്ലതും ചീത്തതും തമ്മിലൊരു വ്യത്യാസവും വ്യാജരും സത്യസന്ധരും തമ്മിലൊരു വ്യത്യാസം എന്താ കാണാനുള്ള ഒരിതാണ്. പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ അത് മനസ്സിലാവുക പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം പരീക്ഷണങ്ങളെ അള്ളാഹു നൽകുന്നത് എന്നാണ് അത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ട് ഇതിൽ പറയുന്നത്. പിന്നെ ഇവിടെ പറയുന്നു, ലാസ്റ്റ് ആയിട്ട് പറയുന്നത് ഇതൊക്കെ അള്ളാഹ് ചെയ്യുന്നത് ഇന്നല്ലാഹ ബിന്നാസില റഊഫുർ റഹീം ആയതുകൊണ്ടാണ്. നമ്മള് വിചാരിക്കും സാധാരണ ഇത്തരത്തിൽ അള്ളാഹ് എന്തിനേയും മനുഷ്യന്മാരിങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ, ഇത്രയും പരീക്ഷണങ്ങളൊക്കെ നടത്തി ഇടക്കിടക്ക് ഓരോന്ന് നിയമങ്ങളൊക്കെ മാറ്റി അങ്ങനെ ചെയ്യുമ്പോ, പക്ഷെ അള്ളാഹ് ഈ ആയത്തിൽ അവസാനം പറയുന്നു അള്ളാഹ് ജനങ്ങളോട് ദയയും കാരുണ്യവും ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത്. അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ അള്ളാഹ് നമ്മളെ ആത്യന്തിക വിജയമായ പരലോക വിജയമായ സ്വർഗത്തിലേക്ക് എത്തിക്കാനാണ് അള്ളാന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അല്ലാതെ ഇഹലോക ജീവിതത്തിൽ സുഖിച്ച് ജീവിച്ച് ഇവിടുത്തെ ഒരു സന്തോഷം, താൽക്കാലിക സന്തോഷം നൽകി നമ്മളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതല്ല. അള്ളാഹ് ഓരോ അടിമയെയും കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന സ്വർഗ പൂങ്കാവനത്തിലേക്കാണ്. അപ്പോ ആ അള്ളാന്റെ കാഴ്ചപ്പാടിൽ ആ റഊഫായ ദയുള്ള റഹീമായ റബ്ബിന്റെ
കാഴ്ചപ്പാടില് ഇത്തരത്തിലുള്ള ഇതൊക്കെ അള്ളാന്റെ ഒരു റഹ്മത്ത് എന്ന് പറയുന്ന, അള്ളാഹ്ക്ക് റഹ്മത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് സ്വർഗം കിട്ടുമ്പോഴാണ് അള്ളാന്റെ റഹ്മത്ത് അല്ലെങ്കിൽ ആ ഒരു വലിയ വിജയം നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഒരുവന്റെ സുഖത്തിനും നന്മയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയുള്ള പരിശ്രമങ്ങളിലൂടെയാണ് റഹ്മത്ത് പ്രകടമാവുക. പരീക്ഷണങ്ങളിൽ അകപ്പെടുത്തുക വഴി മനുഷ്യരെ അവരുടെ നാശഹേതുക്കളായ ദൗർബല്യങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് വിശുദ്ധിയുടെയും ഉത്കൃഷ്ടതയുടെയും ഗുണങ്ങൾ നൽകി വളർത്തുകയാണ് അള്ളാഹു ചെയ്യുന്നതെന്നാണ് ഈ സൂക്തത്തിൽ നിന്ന്. അതായത് ഈ അള്ളാഹിന്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു നമ്മളെ ചീത്തകളിൽ നിന്നൊക്കെ ഒന്ന് വൃത്തിയാക്കും. ഇടക്കിടക്ക് ഓരോ പരീക്ഷണം വരുമ്പോൾ, ശരിക്കും ഓരോ പരീക്ഷണം വരുമ്പോഴാണ് ഓരോ മനുഷ്യരും ഇങ്ങനെ കറകളഞ്ഞ വിശ്വാസിയായി മാറുക. പിന്നെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാനുള്ള വിശ്വാസ ദാർഢ്യം വരുന്നത് ഓരോ പരീക്ഷണങ്ങൾ കഴിയുമ്പോഴാണ്. അല്ലാതെ ഒരു പരീക്ഷണവും ഇല്ലാതെ ഭൗതിക ലോകത്തെ എല്ലാ അനുഗ്രഹങ്ങളും തന്ന് ജീവിക്കും കുറേ വിശ്വാസം വെറും ഒരു സുഖമായ ജീവിതമാകുമ്പോൾ ഒരു ഈമാനം ഒരു ദൗർബല്യമുള്ള അവസ്ഥയിൽ അങ്ങനെ പോവാണല്ലോ. പക്ഷെ പരീക്ഷണങ്ങൾ വരുമ്പോഴാണ് പലരും അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യുന്നത്. അള്ളാഹിലേക്ക് ഓടി വരുന്നതും പ്രാർത്ഥിക്കുന്നതും നമസ്കാരം വർദ്ധിപ്പിക്കണവും സുന്നത്ത് കൂട്ടുന്നതും ഒക്കെ ഈ പരീക്ഷണങ്ങൾ വരുമ്പോഴാണ്. അപ്പോഴാണ് ശരിക്കും അവിടെ നമ്മളിലുള്ള ആ ഒരു അലസത ഇതൊക്കെ പോയിട്ട് അള്ളാഹിലേക്ക് കൂടുതൽ അടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ അള്ളാഹ് നമ്മളോടുള്ള കാരുണ്യവും റഹ്മത്തുമാണ് ഇത്തരം പരീക്ഷണങ്ങളിലൂടെ അള്ളാഹ് നമ്മൾക്ക് ആഗ്രഹിക്കുന്നത് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത ആയത്തിലേക്ക് എടുത്ത് ഇന്നത്തെ ആയത്ത്. അപ്പോ ഇനി ഇതിന്റെ ബാക്കിയായിട്ട് പറയാം. അതിനറാ തഖല്ലുബു വജ്ഹിക, അതായത് പ്രവാചക നിന്റെ മുഖം, അതിനറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. ഇവിടെ ഈ സൂറത്തിന്റെ ആയത്തുകൾ എഴുതിയതില് കുറച്ച് ഇതുണ്ട്. അറബിക് റൈറ്റിങ്ങില് ഒരു പ്രശ്നമുണ്ട്. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എനിക്ക് മനസ്സിലാക്കി. കുറെ പരിശ്രമിച്ചു നോക്കി. അത് ഒരു കൂട്ടിയിട്ട് എഴുതിയിട്ടുള്ള വാക്കുകൾ തമ്മില്. അപ്പൊ നിങ്ങൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയില്ല. ഖുർആൻ ഉണ്ടെങ്കിൽ അത് നോക്കും. ഖദ്നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം വഹൈസുമാ കുൻതും ഫവല്ലു വുജൂഹകും ശത്റ വഇന്നല്ലദീന ഊതുൽ കിതാബ ലയഅലമൂന അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ. അത് ഇതിനർത്ഥം, പ്രവാചക നിന്റെ മുഖം മാനത്തേക്ക് ആവർത്തിച്ചുയരുന്നത് നാം കാണുന്നുണ്ട്. ശരി, നാം നീ ഇഷ്ടപ്പെടുന്ന ഖിബിലയുടെ ദിക്കിലേക്ക് തിരിക്കുകയാണ്. അതിനാൽ മസ്ജിദുൽ ഹറാമിന്റെ വശത്തേക്ക് മുഖം തിരിക്കുക. ഇനി നിങ്ങൾ എവിടെയായിരുന്നാലും ആ ഭാഗത്തേക്ക് മുഖം തിരിച്ച് നമസ്കരിക്കുക. അതായത് കിബില മാറ്റത്തിന്റെ ആയത്ത് ഇറങ്ങുകയാണ്. ഇതാണ് കിബില മാറ്റത്തിന്റെ ആയത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് മുന്നേ ഉള്ളത് അള്ളാഹ് പറയാണ്, ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട്. കിബില മാറ്റിക്കഴിഞ്ഞാല് കുറെ ആളുകൾ ഇങ്ങനെയൊക്കെ പറയും. എന്തിനാണ് കിബില മാറ്റുന്നത് എന്ന് അള്ളാഹ് ആദ്യം പറഞ്ഞു കഴിഞ്ഞ ആയത്തില്. ഇപ്പൊ കുറെ ആൾക്കാർ അതിന് പിന്തിരിയും. പ്രത്യേകിച്ച് ഈ ജൂതന്മാർ, ഇതൊക്കെ അവർക്ക് ആ വർഗീയത വിട്ടു പോകാൻ കഴിയില്ല. എന്നിട്ടാണ് കിബില മാറ്റത്തിന്റെ ആയത്ത് ഇറങ്ങിയിരിക്കുന്നത്. അത് തീർച്ചയായും, നറ നാം കാണുന്നു, ഖദ് തീർച്ചയായും, ഇതിന്റെ വാക്കർത്ഥം നോക്കിക്കോളൂ. ഖദ് തീർച്ചയായും, നറ നാം കാണുന്നു, റഅ കണ്ടു, യറ കാണുന്നു, നറ നാം കാണുന്നു. റഅ എന്നാണ് കണ്ടു. റഅയ്ത എന്ന് കേട്ടില്ല? അറഅയ്തല്ലദീ, അപ്പോ റഅയ്ത എന്ന് പറഞ്ഞാൽ നീ കണ്ടു. അപ്പോ നറ എന്നുള്ളത് വരുന്നത് റഅ എന്നുള്ള വാക്കിൽ നിന്ന് യറ ആവും, അവൻ കാണുന്നു. ആ യാ മാറ്റി നാ ആക്കി കഴിഞ്ഞാൽ അവിടെ നാം കാണുന്നു അല്ലെങ്കിൽ ഞങ്ങൾ കാണുന്നു എന്നാവും. അത് നറ അള്ളാഹ് പറയാണ്, നറ നാം കാണുന്നു, തഖല്ലുബ തിരിഞ്ഞുകൊണ്ടിരിക്കൽ. അത് തഖല്ലുബ് എന്ന് പറഞ്ഞ തിരിയൽ, ആ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സംഭവം. വജ്ഹിക നിന്റെ മുഖം, വജ്ഹ് മുഖം, ക നിന്റെ, വജ്ഹിക നിന്റെ മുഖം തിരിഞ്ഞുകൊണ്ടിരിക്കലിനെ നാം കാണുന്നു. ഫിസ്സമാ എങ്ങോട്ട്? ആകാശത്തിലേക്ക് നിന്റെ മുഖം തിരിഞ്ഞ്, സമാ ആകാശം, ഫി എന്ന് പറഞ്ഞാൽ ഇൽ. അപ്പോ നിന്റെ മുഖം ആകാശത്തേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നു. അപ്പൊ അള്ളാഹ് പറയണ ഫലനുവല്ലിയന്നക, അപ്പോ ഖിബ്ലതൻ തർദാഹ. ഈ ആകാശത്തേക്ക് ഉയരാന്ന് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, പ്രവാചകൻ ഇങ്ങനെ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന പോലെയുള്ള തിരിയലിനാ പറയുന്നത്. ആകാശത്തേക്ക്, താങ്കളുടെ മുഖം ആകാശത്തിലേക്ക് തിരിയാന്ന് ഒരു മനസ്സ് ആഗ്രഹിക്കുന്നു എന്നുള്ള തരത്തില്. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹ. ഈ ഫലനുവല്ലിയന്നക എന്നുള്ളതിലൊരു 3-4 വാക്ക് ഒരുമിച്ച് കൂടിയതാണ്. അതൊന്ന് വേർതിരിച്ചു നോക്കാം. അതിനാൽ, ല എന്ന് പറഞ്ഞാല് തീർച്ചയായും, നുവല്ലി എന്നുള്ളതാണ് അതിലെ വെർബ് വരുന്നത്. വല്ല കഴിഞ്ഞ ക്ലാസ് പഠിച്ചു. വല്ലാഹും നിങ്ങളെ തിരിച്ചു. വല്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു എന്നാണ് വല്ല. അപ്പൊ നുവല്ലി എന്ന് പറഞ്ഞാൽ നാം തിരിക്കും.
നാം തിരിക്കുന്നതാണ്. നുവല്ലി, വല്ലാ യുവല്ലി, നുവല്ലി. ഓക്കെ, മനസ്സിലായോ? വല്ല എന്നുള്ളതാണ് ശരിക്കും വാക്ക്. വല്ലാ യുവല്ലി. പിന്നെ നുവല്ലി അല്ല പറയുന്നുണ്ട് നാ വെച്ച്, നാം തിരിക്കും. നുവല്ലി, നുവല്ലി യാ എന്ന് വരുന്ന നുവല്ലി എന്നുള്ളതിന്റെ യാ ആണ്, ലാസ്റ്റ് വരുന്ന ഒരു യാ ഉണ്ടാവും അതിനകത്ത്. പിന്നെ നുവല്ലിയന്നക്ക, ഇന്ന എന്നുള്ളത് ഇവിടെ തീർച്ചയായും എന്നുള്ളതിന്റെ ഇന്നാന്നാണ്. ക, നിന്നെ. ഇവിടെ 4 കാര്യങ്ങൾ വരുന്നുണ്ട്. ഫ, ല, 4 അല്ല 5 ഉണ്ട്. നുവല്ലി, പിന്നെ ഒരു ന, ക. ഈ ലായും നായും ഒക്കെ തൗക്കീദാണ്, ഉറപ്പിക്കുന്നതിന്റെയാണ്. കാന്നുണ്ട്. പിന്നെ അപ്പൊ അതിനാൽ നാം തീർച്ചയായും തീർച്ചയായും ഉറപ്പിച്ചു പറയാണ്, നിന്നെ ഞാൻ തിരിക്കും. ഖിബിലത്തൻ, ഒരു ഖിബിലയിലേക്ക്. എങ്ങനെയുള്ള ഖിബില? തർദാഹ, നീ അതിനെ ഇഷ്ടപ്പെടുന്നു. തർദാഹ, നീ അതിനെ ഇഷ്ടപ്പെടുന്നു. അതായത് ഖിബില എന്നുള്ളത് കൊണ്ടാണ് ഹ വന്നത് ഇവിടെ കേട്ടോ. അപ്പൊ നീ ഇഷ്ടപ്പെടുന്ന ഖിബിലയിലേക്ക് നാം നിന്നെ തിരിക്കുക തന്നെ ചെയ്യുന്നതാണ് അർത്ഥം. അപ്പോ ഇനിമേൽ ഫവല്ലി, ഫ, അപ്പോൾ ഇനിമേൽ എന്താവുക? അള്ളാന്റെ നിയമം ഇറങ്ങുകയാണ്. വല്ലി, വല്ലി എന്നുള്ള ഇവിടെ കൽപ്പനക്രിയാണ്. വല്ലി എന്നുള്ളത് അത് സാധാരണ കൽപ്പനക്രിയർക്ക് സുക്കൂനല്ലേ ഉണ്ടാവും അല്ലെ? പക്ഷെ ഇതൊരു പ്രത്യേക വാക്ക്. വല്ല യുവല്ലി എന്നുള്ള ലാസ്റ്റ് ലാ വരുന്നതിന്റെ ഒക്കെ വല്ലി എന്നാണ് വരിക. വല്ല യുവല്ലി, വല്ലി എന്നാണ് അതിന്റെ അമ്രുഫിയിൽ വരിക. വല്ലി. അപ്പൊ വല്ലി, നീ തിരിയുക, നീ തിരിക്കുക. എന്ത്? വജ്ഹക്ക, നിന്റെ മുഖം. ഷത്തുർ, ഷത്തുർ എന്ന് പറഞ്ഞാൽ ഭാഗം. ഭാഗം അല്ലെങ്കിൽ പകുതി എന്നൊക്കെ പറയാറുണ്ട്. ഷത്തുർ ഭാഗം, പകുതി അല്ലെ? അൽ ഹയാ ഷത്രുൽ ഈമാൻ, അത്തഹൂർ ഷത്രുൽ ഈമാൻ അല്ലെ? ശുദ്ധി എന്ന് പറഞ്ഞത് ഈമാന്റെ പകുതിയാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? വൃത്തി ഈമാന്റെ പകുതിയാണ്. അപ്പൊ ഷത്തുറുൽ ഈമാൻ, ഷത്തുർ എന്ന് പറഞ്ഞതിന്റെ പകുതി, ദിശ എന്നും ഭാഗം എന്നൊക്കെ അർത്ഥമുണ്ട്. ഷത്തുർ, ഷത്തുറൽ മസ്ജിദുൽ ഹറാം. ഇവിടെ മസ്ജിദുൽ ഹറാം കാണുന്നില്ല അല്ലെ? ഷത്തുറൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് നാം നിന്നെ തിരിക്കും. തിരിയുക അല്ല, നീ തിരിയുക എന്ന് പറയാണ്. ഫ വല്ലി, ഫ അതിനാൽ, വല്ലി നീ തിരിക്കുക. വജ്ഹക, നിന്റെ മുഖത്തെ. ഷത്തുർ ഭാഗത്തേക്ക് അല്ലെങ്കിൽ അതിന് നേരെ. മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? കഅബന്റെ അടുത്ത് അല്ലെ? കഅബന്റെ ആ ഒരു ചുറ്റുള്ള പള്ളി, ആ ഒരു പരിസരത്തെയാണ് ഹറം, മസ്ജിദുൽ ഹറം, ഹറം എന്ന് പറയുന്നത്. അപ്പൊ ആ ഭാഗത്തേക്ക് തിരിയാനാ പറയണത്. അല്ലാതെ കഅബക്ക് നേരെ തിരിയാനല്ല, ആ ഭാഗത്തേക്ക് തിരിയാനാ പറയാം. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ ഇത് മനസ്സിലായില്ലേ? അപ്പൊ അത് തീർച്ചയായും നറ, നാം കാണുന്നു. തഖല്ലുബ, തിരിക്കലിനെ. വജ്ഹിക, നിന്റെ മുഖം. ഫിസ്സമ, ആകാശത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കലിനെ നാം കാണുന്നുണ്ട്. ഫവലനുവല്ലിയന്നക ഖിബ്ലത്തൻ തർദാഹ, നീ തൃപ്തിപ്പെടുന്ന ഒരു കിബിലയിലേക്ക് ഞാൻ തിരിക്കുക തന്നെ ചെയ്യും. ഞാൻ താങ്കളെ തിരിക്കുക തന്നെ ചെയ്യും. അപ്പൊ അപ്പോൾ വല്ലി വജ്ഹക ഷത്റുൽ മസ്ജിദുൽ ഹറാം, നീ മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് നീ എന്താക്കുക? നിന്റെ മുഖത്തെ തിരിക്കുക എന്ന് അള്ളാഹു കൽപ്പിച്ചു. വഹൈസുമാ കുന്തും, വഹൈസുമാ കുന്തും. മാ എന്ന് പറഞ്ഞാൽ യാതൊരു, എവിടെ. എന്താണ് ഈ ഹൈസ് എന്നുള്ള? എവിടെയായിരുന്നാലും എന്നുള്ളതാണ്. എവിടെയായി ഹൈസു എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ആയാലും എന്തായാലും എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഈ ഹൈസു എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. ഹൈസുമാ കുന്തും, കുന്തും എന്ന് പറഞ്ഞാൽ നിങ്ങളാവുക. അപ്പൊ നിങ്ങൾ എവിടെയായിരുന്നാലും എന്നർത്ഥത്തിൽ കേട്ടോ. ഹൈസുമാ കുന്തും, നിങ്ങൾ എവിടെയായാലും. എവിടെയാണ്? കുന്തു എന്ന് പറഞ്ഞാൽ നിങ്ങളാവുക. മാ, യാതൊന്ന്. അപ്പോ ഏതൊന്നിലായാലും, എവിടെയായിരുന്നാലും, നിങ്ങൾ എവിടെയായിരുന്നാലും. ഫ, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ വല്ലൂ, നിങ്ങൾ തിരിക്കുക. ഇവിടെ വല്ലൂ എന്നാ പറഞ്ഞത്. ഒരു കൂട്ടം ആളുകളോടാണ് തിരിക്കാൻ പറയുന്നത്. മറ്റിടത്തില് വല്ലി എന്നാ പറഞ്ഞത്. വല്ലി എന്ന് പറയുമ്പോൾ ഒരാളോട് പറയുന്നതിനാണ് തിരിക്കാൻ പറയുന്നതിന് വല്ലി കൽപ്പിക്കുകയാണ്. ഇവിടെ വല്ലൂ, നിങ്ങൾ ഒരു കൂട്ടം ആളുകൾ തിരിക്കുക, നിങ്ങൾ തിരിക്കുക. ഉജൂഹക്കും, നിങ്ങളുടെ മുഖത്തെ. ഇവിടെ കണ്ടോ എല്ലാത്തിന്റെയും പ്ലൂരൽ ഉപയോഗിച്ചത്? ഇവിടെ പ്രവാചകനോട് പറഞ്ഞു, ഇവിടെ ഒരു കൂട്ടർ മുസ്ലിങ്ങളോട് മുഴുവനായിട്ട് പറയുന്നതാണ്. ഫവല്ലൂ, നിങ്ങൾ തിരിക്കുക. ഉജൂഹ്, ഉജൂഹ് എന്ന് പറഞ്ഞാൽ വജ്ഹിന്റെ പ്ലൂരലാണ് ഉജൂഹ്. വജ്ഹ് ജമ്മ് ഉജൂഹ്. ഉജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങളെ. ഷത്റഹു, അതിന്റെ ഭാഗത്തേക്ക്, അതിന്റെ നേരെ. ഏതിന്റെ നേരെ? നേരത്തെ ഓൾറെഡി കൽപ്പന കൊടുത്തല്ലോ, മസ്ജിദുൽ ഹറാമിന്റെ നേരെ. അപ്പൊ ഇവിടെ പറയുന്നു അതിന്റെ നേരെ. ഇവിടെ ഷത്റഹു, ഹു എന്നുള്ള അത് എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറാം. മനസ്സിലായില്ലേ? ഹൈഫുമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും. എവിടുന്ന് നിസ്കരിക്കുകയാണെങ്കിൽ എന്ന് പറയുന്നതാണ് പോലെ. എവിടെയായിരുന്നാലും നിങ്ങൾ ഫവല്ലു ഉജുഹക്കും ഷത്റഹു, നിങ്ങളുടെ മുഖങ്ങൾ അതിന്റെ ഭാഗത്തേക്ക് തന്നെ തിരിക്കാം.
വ ഇന്നല്ലദീന ഊത്തുൽ കിതാബ, തീർച്ചയായും ഊത്തുൽ കിതാബുകാർ, അതായത് വേദം ഗ്രന്ഥം നൽകപ്പെട്ടവർ, ലയഅലമൂന, അതൊക്കെ അറിയാമല്ലോ, ആൻഡ് ഇന്ന, തീർച്ചയായും, അല്ലദീന ഊത്തുൽ കിതാബ, കിതാബ് നൽകപ്പെട്ടവർ, ഊത്തു എന്ന് പറഞ്ഞാൽ നൽകപ്പെട്ടത്, കിതാബ് വേദം, ഇപ്പൊ വേദം ഗ്രന്ഥം നൽകപ്പെട്ടവർ അവരെന്താണ്, ലയഅലമൂന, തീർച്ചയായും, യഅലമൂന, അവരറിയുന്നു, തീർച്ചയായും അറിയുക തന്നെ ചെയ്യുന്നു, എന്ത്, അന്നഹുൽ ഹഖ് മിർ റബ്ബിഹിം, അന്നഹു, തീർച്ചയായും അത്, അൽ ഹഖ്, സത്യമാണ്, മിർ റബ്ബിഹിം, അവരുടെ റബ്ബിൽ നിന്നുള്ള സത്യമാണെന്ന് അവരറിയുന്നു. അതായത് ഈ ഊത്തുൽ കിതാബുകാർ ശരിക്ക് റസൂലിനെ പിൻപറ്റിയില്ല, സത്യം പറഞ്ഞാല്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ദേശീയത കൊണ്ടൊക്കെ ബൈത്തുൽ മുഖദ്ദിസിന് മാറാന്ന് പറഞ്ഞാൽ അവർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. അപ്പൊ അവര് തീർച്ചയായും അതിനെ പിൻപറ്റിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഊത്തുൽ കിതാബ യഅലമൂന, അവര് ശരിക്കും അവരറിയുന്നുണ്ട്, മിർ റബ്ബിഹിം, അവരുടെ റബ്ബിൽ നിന്നുള്ള സത്യമാണ് ഈ നിയമം എന്നുള്ളവർ നന്നായി അറിയുന്നുണ്ട്. വമല്ലാഹു, അല്ലാഹു അല്ല തന്നെ, അല്ലാഹു അല്ല, ബിഗാഫിൽ, ഗാഫിൽ എന്ന് പറഞ്ഞാൽ അശ്രദ്ധൻ, ഗാഫിൽ, ഗഫ്ലത്ത് എന്ന് പറഞ്ഞാൽ അശ്രദ്ധ, ഗഫ്ലത്ത് പെട്ടവനല്ല അല്ലാഹു, അമ്മ, എന്തിനെ കുറിച്ച്, അമലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു ഒരിക്കലും അശ്രദ്ധനല്ല തന്നെ. മനസ്സിലായില്ലേ? അപ്പൊ ഈ ആയത്തില്, പ്രവാചക, നിന്റെ മുഖം മാനത്തേക്ക് ആവർത്തിച്ചു വരുന്നത് നാം കാണുന്നുണ്ട്. ശരി, നീ ഇഷ്ടപ്പെടുന്ന കിബിലയുടെ ദിക്കിലേക്ക് തിരിക്കുകയാണ്. അതിനാൽ മസ്ജിദുൽ ഹറാമിന്റെ വശത്തേക്ക് മുഖം തിരിക്കുക. ഇനി നിങ്ങൾ എവിടെയായിരുന്നാലും ആ ഭാഗത്തേക്ക് മുഖം തിരിച്ച് നമസ്കരിക്കുക. ഇതിന്റെ ബാക്കി ഇതിലില്ല അല്ലെ. ആ ഭാഗത്തേക്ക് മുഖം തിരിഞ്ഞ് നമസ്കരിക്കുക. എന്നിട്ട് അവസാനം പറയുന്നുണ്ട്, പക്ഷെ ഈ വേദ കിതാബുകാർ അറിയുന്നുണ്ട് അള്ളാഹുവിൽ നിന്നുള്ള സത്യമാണെന്ന്. പക്ഷെ അള്ളാഹു ഒരിക്കലും തന്നെ അവർ ചെയ്യുന്നതിനെ കുറിച്ച് അശ്രദ്ധനല്ല തന്നെ. ഇവിടെ കിബില മാറ്റത്തെ കുറിച്ച് നൽകപ്പെട്ടിരുന്ന സാക്ഷാൽ നിർദ്ദേശം ഇതാണ്. നിർദ്ദേശം ഇപ്പൊ ഉള്ള ഈ ആയത്താണ് കിബില മാറ്റത്തിന്റെ ആയത്ത് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ബഖറയിലെ 144 ആയത്താണ് കിബില മാറ്റത്തിന്റെ ആയത്ത്. പലപ്പോഴും ക്വിസിലൊക്കെ ചോദിക്കാറുണ്ട് ഏത് സൂറത്തില് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ഹിജ്റ 2-ാം കൊല്ലം എന്ന് പറഞ്ഞ പ്രവാചകൻ ഹിജ്റ പോയിട്ട് പിറ്റത്തെ വർഷം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10-16-17 മാസക്കാലം എന്നല്ലേ പറഞ്ഞത് അവര് കിബില മാറ്റം വന്നപ്പോ. അപ്പൊ ആ സമയത്ത് ഹിജ്റ 2-ാം കൊല്ലം റജബിലോ ഷഹബാനിലോ ആണ് ഈ നിർദ്ദേശം വന്നത്. ഇബ്നു സഅദ് ഇപ്രകാരം നിവേദനം ചെയ്യാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹിഷ്റുബിനു ബറാഉബിനു മഅറൂറിന്റെ വീട്ടിൽ ഒരു സൽക്കാരത്തിന് പോയിരിക്കുകയായിരുന്നു. അവിടെ വെച്ച് ളുഹർ നമസ്കാരത്തിന്റെ സമയമായി. തിരുമേനി ജനങ്ങൾക്ക് ഇമാമായി നമസ്കരിക്കാൻ നിന്നു. 2 റക്അത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 3-ാം റക്അത്തിൽ പൊടുന്നനെ വഹി മുഖേന ഈ ഖുർആൻ വാക്യം അവതരിച്ചു. അപ്പോൾ തന്നെ തിരുമേനിയും പിന്നിൽ നമസ്കരിച്ചിരുന്നവരുമെല്ലാം ഒന്നായി ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തു നിന്ന് കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു. മനസ്സിലായില്ലേ? ഒരു വീട്ടിൽ പോയി സൽക്കാരത്തിൽ എന്തോ ആയിരുന്നു. അപ്പൊ അവിടുന്ന് സുഹൃത്ത് നിസ്കരിക്കുമ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. അത് നിസ്കരിച്ചുകൊണ്ട് 2-ാം റക്അത്ത് കഴിഞ്ഞ് 3-ാം റക്അത്തിലേക്ക് പോകുമ്പോഴാണ് ഈ വഹി വരുന്നത്. അപ്പൊ പൊടുന്നനെ തന്നെ എല്ലാരും കൂടി ആ കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു. പിന്നീട് മദീനയിലും പരിസര പ്രദേശങ്ങളിലും അത് വിളംബരം ചെയ്തു. ഈ ഒരു ആയത്ത് വന്നപ്പോ എല്ലാവരും നിസ്കരിക്കുന്നത് മാറ്റണമല്ലോ. അപ്പൊ വിളംബരം ചെയ്യുന്ന ഒരു സമ്പ്രദായം അന്നൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു വിവരം വിളംബരം ചെയ്തപ്പോ ബറാഇബ്നു ആസിബ് പറയുന്നു, ഒരു സ്ഥലത്ത് ആ വാർത്ത വിളിച്ചു പറയുന്ന ശബ്ദം കേട്ടപ്പോൾ ജനങ്ങൾ റുക്കൂഹിലായിരുന്നു. ഉടൻ അവർ അതേ നിലയിൽ കഅബയുടെ ഭാഗത്തേക്ക് തിരിയാണ് ചെയ്തത്. റുക്കൂഹിലായിക്കൊണ്ട് തന്നെ അവർ തിരിഞ്ഞു. അനസ് ഇബ്നു മാലിക് പറയുന്നു, ബനൂ സൽമ ഗോത്രത്തിൽ പ്രസ്തുത വാർത്ത 2-ാം ദിവസം സുബ്ഹ് നമസ്കാര വേളയിലാണ് ലഭിച്ചത്. ജനങ്ങൾ 1 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അറിഞ്ഞുകൊള്ളുക, കിബില കഅബയുടെ ഭാഗത്തേക്ക് മാറ്റിയിരിക്കുന്നു എന്ന ശബ്ദം അവരുടെ കാതുകളിൽ പതിഞ്ഞത്. കേട്ട മാത്രയിൽ മുഴുവൻ ജമാഅത്ത് ഒന്നായി കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു. ബൈത്തുൽ മുഖദ്ദസ് മദീനയുടെ നേരെ വടക്കും, അതായത് വടക്കും തെക്കും രണ്ടും നോർത്ത് ആൻഡ് സൗത്ത് പോലെയാണ്. അങ്ങനെയാണ് ഈ കഅബയും ബൈത്തുൽ മുഖദ്ദസിന്റെ സ്ഥാനം. ഒന്ന് അവിടെ ഒന്ന് ഇപ്പുറത്തുമായിട്ട്, അങ്ങനെ 2 ഭാഗത്തായിട്ടാണ് മദീനയെ വെച്ച് നോക്കുമ്പോ അങ്ങനെയാണുള്ളത്. അതിനാൽ ജമാഅത്തായി നമസ്കരിച്ചുകൊണ്ട് തന്നെ കിബില മാറുമ്പോൾ ഇതിലെ ഒരു പ്രശ്നങ്ങൾ ശ്രദ്ധിച്ചോ? മാമുമായിട്ട് നിസ്കരിക്കുമ്പോ കിബില മാറാൻ പറയുമ്പോ നേരെ നിന്ന സ്ഥലത്ത് നിന്ന് തിരിഞ്ഞാൽ ശരിയാവില്ല. അങ്ങനെ തിരിഞ്ഞാൽ എന്താവും? ഇമാമ് ബാക്കിലായി പോവില്ലേ?
മാമൂമുകൾ 3 ലൈന് ഫസ്റ്റ് അവിടെ മുന്നിൽ നിൽക്കും, ഇമാം ഏറ്റവും ബാക്കിലാണ് ഉണ്ടാവുക. നിന്ന നിപ്പില് തിരിഞ്ഞാൽ, നേരെ തിരിഞ്ഞാൽ ആ പൊസിഷൻ മാറാതെ. അപ്പൊ ഇതിൽ എന്ത് വേണം? ഇമാം നടന്ന് എന്ത് ചെയ്യണം? ഇമാം നടന്ന് മാമൂമുകളുടെ പിന്നിൽ പോയി നിൽക്കണം. എന്നിട്ട് തിരിഞ്ഞാലേ അത് ഇമാം സാധാ നിസ്കരിക്കുന്ന പോലെ ഇമാമും ഫ്രണ്ടിലും മാമൂമുകൾ അത് ഫോളോ ചെയ്യുന്ന പോലെ ഒരു പൊസിഷനിൽ അത് വരുള്ളൂ. അപ്പൊ ഇമാമ് മൊത്തം നടക്കണം, എന്നിട്ട് ആ തിരിഞ്ഞു നിൽക്കണം എന്നുള്ളതാണ്. മാമൂമുകൾക്കും ചിലപ്പോ കുറച്ച് നടക്കേണ്ടി വരും, തിരിഞ്ഞു നിന്നാൽ മാത്രം ശരിയാവില്ല. കാരണം എന്താന്ന് വെച്ചാല് ചിലപ്പോ അവര് വല്ല ചുമരിന്റെ അടുത്തൊക്കെ ബാക്കിൽ, ഇപ്പൊ സാധാരണ സൊഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ സ്പേസ് വേണമെന്നില്ലല്ലോ. ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്ന ആള് ഇപ്പൊ ജസ്റ്റ് ബാക്കിൽ ഒരു ചുമരോ മറ്റോ ആണെങ്കിൽ എന്താവും, നേരെ തിരിഞ്ഞാൽ അവർക്ക് സുജൂദ് ചെയ്യാൻ സ്ഥലമെല്ലാം വന്ന് മുന്നില് ഇമാമ് നിൽക്കാനും സ്ഥലം ഉണ്ടാവില്ലല്ലോ നേരെ തിരിഞ്ഞാൽ. അപ്പൊ അവരെല്ലാരും കുറച്ച് നടക്കേണ്ടി വരും, ഇങ്ങനെ ഒരു കിബിലമാറ്റം ഉണ്ടാകുമ്പോ എന്നുള്ള. അണികളൊക്കെ ഒന്ന് ശരിയായി വൃത്തിയായി പഴയ നിസ്കാരത്തിന്റെ രൂപത്തിൽ ഇമാം മാമു ആവണമെങ്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ മാമൂമിങ്ങളും നടക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇതേ നിലക്കുള്ള വിശദീകരണം ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. താങ്കളുടെ മുഖം മാനത്തേക്ക് ആവർത്തിച്ചുയരുന്നത് നാം കാണുന്നുണ്ട് എന്നും നാം താങ്കൾ ഇഷ്ടപ്പെടുന്ന കിബിലയുടെ ദിക്കിലേക്ക് തിരിക്കുകയാണെന്നും പറഞ്ഞതിൽ നിന്ന്, അതായത് ഈ എന്താണ് ഈ അള്ള പറഞ്ഞില്ലേ, റസൂലെ നിന്റെ മുഖം ആകാശത്തേക്ക് ഇങ്ങനെ ഉയരുന്നതായിട്ട് നാം കാണുന്നുണ്ട് എന്ന് പറഞ്ഞത്, ഈ കിബില മാറ്റാനുള്ള കൽപ്പന ലഭിക്കുന്നതിന് മുമ്പ് തന്നെ നബി തിരുമേനി അത് പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നു എന്ന് വ്യക്തമാണ്. അതായത് നബിക്ക് ഒരു ആഗ്രഹം, മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കഅബ തന്നെ എന്നുള്ള. അപ്പൊ അതിങ്ങനെ ആഗ്രഹിച്ച് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് അള്ളാഹ് പറയാണ്, ഞാൻ കാണുന്നുണ്ട് പ്രവാചക നിന്റെ മുഖം ആകാശത്തേക്ക് തിരിയുന്നത്. ഇസ്രായേലിയരുടെ നേതൃത്വ ഘട്ടം സമാപിച്ചിരിക്കുന്നെന്നും അതോടെ ബൈത്തുൽ മുഖദ്ദസിന്റെ കേന്ദ്ര പദവി അവസാനിച്ചിരിക്കുന്നെന്നും ഇബ്രാഹിം നബിയുടെ സാക്ഷാൽ കേന്ദ്രത്തിന്റെ ഭാഗത്തേക്ക് തിരിയേണ്ട സന്ദർഭം ആസന്നമായിരുന്നെന്നും തിരുമേനിക്കു തന്നെ തോന്നി തുടങ്ങിയിരുന്നു. അത് പ്രവാചകന് തോന്നി. കാരണം ഈ മസ്ജിദുൽ അഹ്റമിന്റെ ആളുകളാണല്ലോ നബിയും കൂട്ടരും. മറ്റൊരു ഇസ്രായേലിൽ അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മറന്നു പോയിരുന്നോ, ഇനിയിപ്പോ മാറ്റാൻ സമയമായി എന്നുള്ള ഒരു ഇതിൽ പ്രവാചകൻ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. മസ്ജിദുൽ ഹറാമിന്റെ അർത്ഥം ശ്രേഷ്ഠവും ആദരണീയവുമായ പള്ളി എന്നാണ്. പരിശുദ്ധ കാബയ്ക്ക് ചുറ്റും സ്ഥിതി ചെയ്യുന്ന ആരാധന മന്ദിരമാണ് അതുകൊണ്ടുള്ള വിവക്ഷ. കാബയുടെ ഭാഗത്തേക്ക് തിരിയുക എന്നതിന്റെ അർത്ഥം മനുഷ്യൻ ഭൂമിയുടെ ഏത് ഭാഗത്താണെങ്കിലും നമസ്കരിക്കുമ്പോൾ പരിശുദ്ധ കാബ അവന്റെ മൂക്കിന്റെ നേരെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം എല്ലാവർക്കും എല്ലാ സ്ഥലത്തു നിന്നും അങ്ങനെ ചെയ്യുക സാധ്യമാവുകയില്ല. അതുകൊണ്ടാണ് കഅബയുടെ നേരെ തിരിയണം എന്നതിനു പകരം കഅബയുടെ ഭാഗത്തേക്ക് തിരിയണം എന്ന് പറഞ്ഞത്. മനസ്സിലായോ? ഇത് ഇവിടെ ഈ ഒരു ആയത്തിൽ ഉപയോഗിച്ച വാക്ക് കണ്ടോ? പിന്നെ ഷത്റൽ മസ്ജിദൽ ഹറാം എന്നാ പറഞ്ഞത്. ഷത്റൽ മസ്ജിദൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് എന്നാ പറഞ്ഞത്. അല്ലാതെ ഫവല്ലി വജ്ഹക ഇലൽ മസ്ജിദുൽ ഹറാം എന്നല്ല വന്നേ. ആ മസ്ജിദുൽ ഹറാമിലേക്ക് പകരം ഷത്ർ എന്ന വാക്ക് അതിന്റെ ഇടയിൽ വന്നതിന്റെ അർത്ഥം ആ ഭാഗം. ഇപ്പൊ നമ്മളിപ്പോ ഖത്തറിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗം ഏതാണ് സുമാർ നോക്കിയിട്ട് ഭാഗത്തേക്ക് തിരിഞ്ഞാൽ മതി. അല്ലാതെ ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങളും ഒരു ചെറിയ കുഞ്ഞു കഅബ, ആ കഅബയുടെ നേരെ ആവണം എന്നുള്ള പ്രായോഗികമല്ല. കഅബ എന്ന ചെറിയൊരു ബിൽഡിങ്ങിന്റെ നേരെ ആവണം എന്നുള്ള, മസ്ജിദുൽ ഹറാം എന്നുള്ള ചെറിയൊരു ഒരു ഇതല്ലേ ഉള്ളൂ. അതിലേക്ക് നേരെ തിരിയുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭാഗം, ആ വടക്ക് ഭാഗം എവിടെയാണ്, ഇപ്പൊ നമ്മൾ ഏതാണ്ട് ഒരു സുമാറിൽ നമുക്ക് അറിയാലോ എവിടെയാണ് കഅബ വരുന്ന ഓരോ രാജ്യത്തിന്റെ. അപ്പൊ ആ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ മതി എന്നുള്ളതാണ്. ഈ ശത്രു എന്നതിന്റെ അവിടെ ഉപയോഗിച്ചതിന്റെ യുക്തി അതാണ്. അള്ളാഹ് അത്രയും ഒരു ഫ്രീ ആക്കി വിട്ടിരിക്കുകയാണ്. അല്ലാതെ എല്ലാരും അത്രയും ഷാർപ്പായിട്ട് അങ്ങോട്ട് വരണം എന്നുള്ളതല്ല. കഅബയുടെ ഭാഗം അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, കഅബയുടെ ഭാഗം കഴിവതും നിരീക്ഷിച്ചറിയാൻ ഖുർആൻ അനുസരിച്ച് നാം നിർബന്ധിതരാണെങ്കിലും കഅബയുടെ തികച്ചും ശരിയായ ഭാഗം തന്നെ നാം അറിഞ്ഞു തീരൂ എന്ന് നിർബന്ധമില്ല. കഴിവിനനുസരിച്ച് നിരീക്ഷണങ്ങൾ വഴി കഅബയുടെ ഭാഗം നമുക്ക് കൂടുതൽ വിശ്വാസം തോന്നുന്നിടത്തേക്ക് തിരിഞ്ഞു നിസ്കരിച്ചാൽ മതിയാവുന്നതാണ്. ഇപ്പൊ നമ്മളൊക്കെ സാധാരണ കിബില നോക്കുന്നത് നമ്മളെ മൊബൈലിലുള്ള ആപ്പ് വെച്ചിട്ടൊക്കെയാണല്ലോ. അപ്പൊ അത്തരത്തിൽ നമുക്ക് സാധ്യമാവുന്ന രീതിയിൽ ആ ഭാഗം നോക്കിയാൽ മതി എന്നുള്ളതാണ്. ഒരാൾക്ക് കഅബയുടെ ഭാഗം ഏതെന്ന് നിരീക്ഷിക്കുക അസാധ്യമാവുകയോ കഅബയുടെ ഭാഗത്തേക്ക് നമസ്കാരത്തിൽ മുഴുവൻ സമയം തിരിഞ്ഞു നിൽക്കാൻ കഴിയാതെ വരികയോ ആണെങ്കിൽ കിബിലയെ കുറിച്ച് അവന് അനുമാനിക്കുന്ന ഭാഗത്തേക്കോ തിരിയാൻ സാധ്യമാകുന്ന ഭാഗത്തേക്കോ തിരിഞ്ഞ് നമസ്കരിക്കുക. ഇതെന്താ പറഞ്ഞതെന്ന് വെച്ചാല്, ചില സന്ദർഭങ്ങളില് മനുഷ്യർക്ക് കിബില പാലിക്കാൻ പ്രയാസമായിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ഒരാള് കിബിലക്ക് നേരെ തിരിയണമെന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് തിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഫ്ലൈറ്റിന്റെ നമുക്ക് ഫ്ലൈറ്റ് പല ഇതിലല്ലേ അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, നമുക്കത് ബുദ്ധിമുട്ടാണ് ശരിയായ ദിശ. പിന്നെ നമുക്ക് തിരിഞ്ഞിരിക്കാനും അങ്ങനൊന്നും പറ്റില്ല. ഫ്ലൈറ്റിന്റെ യാത്ര നമുക്കറിയാലോ. അപ്പൊ അവിടെ ഒന്നും നമ്മൾ കിബില അത്ര നോക്കേണ്ട, കൃത്യമായി നോക്കി അതിന്റെ ഭാഗത്തേക്ക് തിരിയൊന്നും വാശി പിടിക്കേണ്ടതില്ല. കിബില ഇല്ലാണ്ട് തന്നെ നിസ്കരിക്കാം. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഒരു രോഗി, ബെഡ് റിഡൺ ആയിട്ടുള്ള രോഗി
നിസ്കരിക്കുമ്പോൾ അയാൾ കിടക്കുന്ന പൊസിഷനിൽ മാത്രമേ അയാൾക്ക് കിടക്കാൻ പറ്റുള്ളൂ എങ്കിൽ അയാൾക്ക് ആ കിബില നിർബന്ധമല്ല. അങ്ങനെ ഒന്ന് രണ്ട് വളരെ കേസുകളിലൊക്കെ അങ്ങനെ കിബില നിർബന്ധമില്ല. എന്നാൽ നമസ്കാര വേളയിൽ ശരിയായ ഇനി ഒരാൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, സാധാരണ ആരോഗ്യമുള്ള ഒരു വ്യക്തി കിബില ഒരു സുമാറിൽ നോക്കി, ഇപ്പൊ ഒരു പാർക്കിലൊക്കെ പോയി നമ്മള് കിബില ഒന്ന് ആരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ആ ഒരു ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിസ്കാരം തുടങ്ങി പകുതി ഒരാൾ കയറി വന്നപ്പോ അയാൾ പറയണ അയ്യോ ഇങ്ങോട്ടല്ലല്ലോ കിബില, നിങ്ങൾ എന്താ ചെയ്തത്, കിബില നേരത്തെ മറ്റേ ഭാഗത്താണല്ലോ എന്ന് പറയുമ്പോ നിസ്കാരത്തിന് നടുവിൽ തിരിയണം എന്നാ പറയുന്നത്. അതായത് അത് കൃത്യമായ ഒരു അറിവ് കിട്ടുന്ന സന്ദർഭത്തില് അയാള് വന്ന ആളെ അയാളെ തിരിക്കുകയോ അല്ലെങ്കിൽ അയാൾ നമസ്കാരത്തിൽ അറിഞ്ഞാൽ പകുതി വേളയിൽ തിരിഞ്ഞ് നിസ്കരിക്കേണ്ടതാണ് എന്നുള്ളതാണ്. ആ നമസ്കാരത്തിൽ തന്നെ ആ ഭാഗത്തേക്ക് തിരിയേണ്ടതാണ് എന്നാണ് ഇതിൽ പറയുന്നതിന്റെ അർത്ഥം. നമ്മളെ സമയം കഴിയാനായി. അപ്പൊ ഇതില് 144 ഒരുവിധം വിശദീകരണമൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഈ പ്രവാചകനോട് പറഞ്ഞല്ലോ നീ ഇഷ്ടപ്പെടുന്ന കിബില എന്ന് പറയാന് കാരണം പ്രവാചകൻ അവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കഅബ തന്നെ ആക്കിയിരുന്നെങ്കിൽ എന്നുള്ള ഒരു വിശദീകരണം പറയുന്നുണ്ട്. അതുപോലെ തന്നെ കിബില ഏതൊക്കെ സന്ദർഭങ്ങളിൽ നമുക്ക് കിബില ഫോളോ ചെയ്യേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് രണ്ട് കേസുകള് അത്രയാണ് ഇതിലുള്ളത്. യൂത്തുൽ കിതാബ എന്ന് പറയുന്നത് ഇവരാണ്. അവരുടെ ഇത് ഇന്നല്ലദീന യൂത്തുൽ കിതാബ് അവര് യഅലമൂന അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ ഈ മറ്റേ വേദക്കാർക്ക് അവർക്ക് അത് ഫോളോ ചെയ്യാൻ കഴിയുന്നില്ല, കാരണം അള്ളാഹുവിന് ശരിക്കും അറിയാൻ വേണ്ടി. അതുപോലെ തന്നെ ഈ മുസ്ലിങ്ങളിലും തന്നെ പ്രവാചകനെ മക്കയിൽ നിന്ന് ഹിജറ പോയി നമ്മൾ അങ്ങനെ പ്രവാചകനെ പിൻപറ്റിയിട്ടുണ്ടായിരുന്ന ആളുകൾക്കും ശരിക്കും ഇതൊരു പരീക്ഷണം തന്നെയായിരുന്നു. ചില ആളുകൾ ഈ അള്ളാഹു 3 പ്രാവശ്യം മാറ്റിയല്ലോ, ആദ്യം കഅബയായിരുന്നു, പിന്നെ ബൈത്തുൽ മുഖദ്ദിസ് ആക്കി, പിന്നെ കഅബയാക്കി. അപ്പോ കഅബ പ്രവാചകന് മക്കത്തുണ്ടായിരുന്ന സമയത്ത് പ്രബോധനം ചെയ്ത സമയത്ത് കുറെ ആളുകൾ മുസ്ലിങ്ങളായല്ലോ. അപ്പൊ ആ മുസ്ലിങ്ങളിൽ തന്നെ മക്കയില് തന്റെ കഅബയെ കിബില ആയതുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ച ആളുകൾ ഉണ്ടെങ്കിൽ, മനസ്സിലായോ നിങ്ങൾക്ക്? കഅബ അവര് മക്കത്താ ജീവിക്കുന്നത്, അപ്പൊ അവർക്ക് കഅബയോടും മറ്റും ഒരു വല്ലാത്തൊരു സ്നേഹബന്ധം ഉണ്ടാകും. അപ്പൊ ആ സമയത്ത് അവരുടെ കിബിലയായിട്ട് അന്ന് ഉണ്ടായിരുന്നത് കഅബയാണ്. ആ കഅബയോടുള്ള ഇഷ്ടം കൊണ്ടാണ്, അതായത് സ്വന്തം ദേശത്തിനോടുള്ള താല്പര്യം കൊണ്ടാണ് ഇസ്ലാം സ്വീകരിച്ചതെങ്കിൽ, ഇസ്ലാമിനോട് കൂറുതൊക്കെ തോന്നിയതെങ്കിൽ ഇവര് മദീനയിലേക്ക് പോയപ്പോ പ്രവാചകൻ എന്താക്കി, അള്ളാഹു എന്താക്കി, കിബില മാറ്റി ബൈത്തുൽ മുഖദ്ദസ് ആക്കി. അപ്പൊ ആ സമയത്ത് പല ആളുകൾക്കും പരീക്ഷണമായിട്ടുണ്ടാവും. കാരണം എന്താന്ന് വെച്ചാൽ കഅബയോടുള്ള ഇഷ്ടം കൊണ്ട്, ദേശത്തിനോടും ആ ഒരു സ്ഥലത്തോടുള്ള ഇഷ്ടം കൊണ്ടും ഇസ്ലാം സ്വീകരിച്ച ആളുകൾക്ക് അതൊരു വിമിഷ്ടം വന്നിട്ടുണ്ടാവും. പെട്ടെന്ന് എങ്ങനെ ഇപ്പൊ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ആക്കുക, അത് ശരിയാവില്ല എന്നിട്ട് ഇസ്ലാം വിടാൻ അന്ന് വിട്ടവരുണ്ടെങ്കിൽ അവരും റസൂലിനെ ശരിക്കും പിൻപറ്റുന്നവരല്ല. മനസ്സിലായില്ല? അപ്പൊ അന്ന് പിന്നെ വീണ്ടും തിരിച്ചു. അപ്പൊ വീണ്ടും മനസ്സിലായി, കുറെ ആളുകൾ പിന്നെയും ഔട്ടായി. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറയുന്നതിന്റെ ഇത്? അല്ല ഇടക്കിടക്ക് ഓരോ പരീക്ഷണം ഇടുന്നത്, ഇടക്കിടക്ക് കുറെ ആളുകൾ ഔട്ട് ആവുന്നുണ്ട്. ഈമാന്റെ ആ ഒരു റസൂലിനെ ശരിക്ക് കൃത്യമായിട്ട് പിന്തുടരുന്ന ആരാന്ന് ശരിക്കും മനസ്സിലാവും ഓരോ മാറ്റങ്ങളിലും. അതാണ് റസൂലിന്റെ വാക്കുകൾക്കാണോ സ്വന്തം ദേശത്തിനും ആ വർഗത്തിനും ആണോ പ്രാധാന്യം, അവിടെ മനസ്സിലാവും. അപ്പൊ അതൊക്കെ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലൽ ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ഒരു മിനിറ്റ്.